Praise the Lord. Hallelujah. 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 Thank you, Jesus. Thank you, Jesus. Hallelujah. 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 അനുഗ്രഹിക്കപ്പെട്ട ഈ ആഴ്ചയുടെ ഒടുവിലത്തെ ദിവസം, ഈ ശനിയാഴ്ച രാത്രിയിൽ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ മുഖാന്തരങ്ങളെ ഓർത്ത് നന്ദിയുടെ ഹൃദയത്തോടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാമല്ലോ. ശ്രുതികളിന്മേ വസിക്കുന്ന സർവശക്തനായ ദൈവം ഇന്ന് രാത്രിയിലും അവന്റെ മുഴു സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ആമേൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പകലിന്റെ മണിക്കൂറുകളിൽ ഞാൻ നിങ്ങളുമായിരുന്നെടുത്ത് അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാനിടയായി തീർന്നെങ്കിൽ കഴിഞ്ഞ ആഴ്ചയുടെ പ്രാരംഭ ദിവസം മുതൽ ഈ ഒടുവിലത്തെ ദിവസം, ഈ ശനിയാഴ്ച ഈ രാത്രി വരെ അവിടെങ്ങളിലായിരുന്ന നമ്മുടെ ഓരോരുത്തരെയും കോഴി തൻ കുഞ്ഞിനെ ചിറകിന്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്റെ മീതെ വഹിക്കുന്നത് പോലെ അവിടെവിടങ്ങളായി നമ്മെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി, കരുണയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നന്ദിയോടെ നമുക്ക് കതലുകളെ തുറന്ന് കരങ്ങളടിച്ച് ദൈവം ചെയ്ത സകല ഉപകാരങ്ങളെ ഓർത്ത് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാമല്ലോ. ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ പാപങ്ങളെ ചുമക്കുന്ന നല്ല കർത്താവ് നാളെ പോലെ നടത്തിയവരെ ഓർത്തുള്ള നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയിൽ സമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ശനിയാഴ്ചയുടെ രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങെ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. സകല മഹത്വത്തിനും സകല പൂഴ്ചയ്ക്കും സകല ആരാധനയ്ക്കും യോഗ്യനായ കർത്താവിനെ വാടി ആരാധിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് നൽകിയ അവസരത്തിനായി നന്ദി പറയുന്ന കർത്താവേ, സ്തുതികളിന്മേൽ വസിക്കുന്ന സർവശക്തനായ ദൈവം, സ്വർഗത്തിൽ സറാഫുകൾ പരിശുദ്ധൻ പരിശുദ്ധൻ എന്നാക്കുവാൻ അവിടെ മധ്യേ അധിവസിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ നടുവിൽ അങ്ങ് പകർന്നുകൊണ്ടിരിക്കുന്ന ദൈവകൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, ഇന്ന് രാത്രിയിൽ അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം പ്രഘോഷിപ്പാൻ കർത്താവ് കൃപ നൽകണമേ. കർത്താവ് ഈ ലൈവിൽ ഞങ്ങളോട് ഒരുമിച്ചായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കണമേ, ദൈവിക സന്തോഷത്താൽ നിറയ്ക്കണമേ. ആരെങ്കിലും രോഗികളായി ദുഃഖിതരായി ഭാരത്തോടെ വേദനയോടായിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് എല്ലാവരെയും നിറയ്ക്കുമാറാകണമേ എന്ന് അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ലോകരാജ്യങ്ങളിൽ അനേകരും കണ്ണുനീരിൽ ദുഃഖത്തിൽ മഹാമാരി നിമിത്തം ആയിരിക്കുമ്പോൾ ആമേൻ ഇന്ന് രാത്രി ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തി ശ്രോതാക്കളിൽ പകർന്ന് കർത്താവേ, രോഗികൾ സൗഖ്യമാകുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, പാപികൾ ആമേൻ അവരെ മനം തിരിഞ്ഞ് ആമേൻ പാപം ഉപേക്ഷിച്ച് ദൈവവൈദ്യനായി ജീവിപ്പാൻ തക്കവണ്ണം, മാനസാന്തരപ്പെടുവാൻ തക്കവണ്ണം സ്വർഗമിടയാക്കണമേ. ഇന്ന് രാത്രി നാമം മഹത്വപ്പെടുവാറ് പ്രവൃത്തി വലിയവനായ ദൈവത്തിന്റെ കരം ചലിപ്പാൻ തക്കവണ്ണം ഇടയാക്കണമേ. ആദ്യോടൊന്ന് പരിശുദ്ധാത്മാവാൻ ദൈവം കൂടെ ഇരിക്കണം, ഭാരത്തോടായിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണം. ആമേൻ ആ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ മറുപടി കാണുവാൻ സ്വർഗമിടയാക്കണം. പാടുവാനും പ്രാർത്ഥിപ്പാനും ശുശ്രൂഷിപ്പാനും അടിയവർക്ക് കൃപ നൽകിയാക്കണം. ഈ ലൈവിൽ കർത്താവേ, നാളുകളായി ഞങ്ങളോടൊപ്പം ആമേൻ പ്രാർത്ഥിക്കുന്ന, ഈ ലൈവ് വീക്ഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ അയച്ചിരിക്കുന്നവരെ കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രി ഈ ലൈവിൽ ഞങ്ങളോടൊപ്പം കർത്തൃ സന്നിധിയിലായിരിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള വന്ദനം ചൊല്ലിക്കൊണ്ട് നമുക്കറിയാവുന്ന ഒരു പാട്ട് പാടി നമ്മുടെ കരങ്ങളെ അടിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിച്ചതിന് ശേഷം ഇന്ന് രാത്രി വചന ശുശ്രൂഷയ്ക്കായി സമയങ്ങൾ വേർതിരിക്കും. ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും മറ്റുള്ളവർക്ക് ആമേൻ പരിചയപ്പെടുത്തി ഒക്കെ ശുശ്രൂഷയിൽ കൈത്താങ്കളാകുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. ആമേൻ പകലിന്റെ മണിക്കൂറുകളിൽ ആമേൻ ഈ ലൈവിൽ ആമേൻ ഈ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഫ്രണ്ട്സ് ആയിരിക്കുന്ന ഓരോരുത്തരെയും ആമേൻ ഓർത്ത്, അവരുടെ കുടുംബങ്ങളെ ഓർത്ത്, അവരുടെ പ്രവർത്തനങ്ങളെ ഓർത്ത്, അവരുടെ ശുശ്രൂഷയെ ഓർത്ത് ആമേൻ ഫേസ്ബുക്കിൽ ആമേൻ അവരുടെ ആമേൻ പ്രൊഫൈൽ നോക്കി പ്രാർത്ഥിക്കാറുണ്ട്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ. കുഞ്ഞിനോട് ചേർന്ന് പാടി ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. എന്റെ ദൈവത്താൽ. ഹല്ലേലൂയ. അറിയാവുന്നവർ ചേർന്ന് പാടി ഒരുമിച്ച് ആരാധിക്കാം.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി കർത്താവിന്റെ സന്നിധിയിൽ പാടി ആരാധിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയുടെ ഹൃദയത്തോടെ കരങ്ങളിൽ ഉയർത്തി കർത്താവിനെ ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകലിലും കർത്താവിന്റെ ദിവ്യ സാന്നിധ്യം ഞാൻ നിങ്ങളുമായിരുന്നെടുത്ത് അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മെ സഹായിച്ചല്ലോ. നാം പാടിയതുപോലെ ദേശത്ത് നാം ദൈവത്താൽ അനുഗ്രഹം പ്രാപിക്കുവാൻ അത് തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ച് ഹല്ലേലൂയ ക്രിസ്തുവേശുവിലൂടെയുള്ള അതേ സൗഖ്യവും അനുഗ്രഹങ്ങളും ഹല്ലേലൂയ അതേ നിത്യതയും പ്രാപിക്കുവാൻ അതേ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ലൈവിൽ ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ ആ കരങ്ങളടിച്ച് ഒരിക്കൽ കൂടെ ആമേൻ സകല മഹത്വത്തിന് സകല പുകഴ്ചയ്ക്കും സകല ആരാധനയ്ക്കും യോഗ്യനായ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. സകല മഹത്വവും നമ്മുടെ കർത്താവിന് കൊടുക്കാം, സകല പുകഴ്ചയും നമ്മുടെ കർത്താവിന് കൊടുക്കാം. നാളിതുവരെ അത്ഭുതകരമായി അതിശയകരമായി നമ്മെ നടത്തിയല്ലോ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ഈ ലൈവിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള അതേ വന്ദനം ചൊല്ലിക്കൊണ്ട് ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്കായി നമുക്ക് ഒരുമിച്ച് സമയങ്ങൾ വേർതിരിച്ച് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. നിശ്ചയമായും വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം അതേ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ആമേൻ ചലിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. മർക്കോസിന്റെ മാളിക മുറിയിൽ കാത്തിരുന്ന് ആമേൻ അതേ ദൈവജനത്തിന്റെ മേൽ ആമേൻ 120 പേരടങ്ങുന്ന ആ സംഘത്തിന്മേൽ ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ ശക്തനായവൻ ഇന്ന് രാത്രിയിലും വാഗ്ദത്തം ചുമന്നുകൊണ്ട് നടക്കുന്ന വാഗ്ദത്തം മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആമേൻ ദൈവസന്നിധി മുഴങ്ങാൻ മടക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആരെയും തള്ളിക്കളയാതെ അവരുടെ നിലവിളി കേട്ട് അവരുടെ സങ്കടങ്ങൾ അറിഞ്ഞ് ആമേൻ അവർക്കായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദൈവം ഇന്ന് രാത്രിയിൽ വചനം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ പേരും തന്റെ ആത്മാവിനാൽ പകരുവാൻ ആമേൻ കൈപിടിച്ചുയർത്തുവാൻ ആമേൻ ദേശത്ത് തല ഉയർത്തി നടക്കത്തക്ക വിധത്തിൽ എല്ലാ പ്രതികൂലങ്ങളെ അതിജീവിച്ച് മുൻപോട്ട് പോകുവാണ് പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായി ചലിക്കുവാൻ തക്കവണ്ണം ഇടയായി ചെയ്യും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്ക് ആധാരമായി ആമേൻ വളരെ സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. 128 സങ്കീർത്തനം. ഹല്ലേലൂയ. 128 സങ്കീർത്തനം എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിനകത്ത് ഇനി എന്താ പറയാൻ പോകുന്നതെന്ന് മുൻവിധിയോടുകൂടെ ആയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ആമേൻ അങ്ങനെയുള്ളവർക്ക് ഇന്ന് രാത്രി ഒന്നും പ്രാപിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. വായിക്കും തോറും പുതിയ വരത്തക്ക വിധത്തിൽ ആത്മാവിനാൽ തന്റെ ഭക്തന്മാരെ അഭിഷേകം ചെയ്യുന്ന ദൈവം ഇന്നലകളിൽ വായിച്ച് ഇന്നലകളിൽ കേട്ട് ഇന്നലകളിൽ ആമേൻ അതേ രുചിച്ചറിഞ്ഞ ആ നല്ല കർത്താവ് ഈ സങ്കീർത്തനത്തിലൂടെ ഇന്ന് രാത്രി ശക്തമായി നമ്മോട് സംസാരിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. 6 വാക്യങ്ങൾ അടങ്ങിയ ഈ സങ്കീർത്തനം. ഹല്ലേലൂയ. 1-ാം സങ്കീർത്തനത്തിലും 6 വാക്യമാണ്. ഹല്ലേലൂയ. ആമേൻ. ഈ 2 സങ്കീർത്തനം കൂടെ ചേർത്ത് പഠിച്ചാൽ നിശ്ചയമായും ഒരു ഭക്തൻ അനുഗ്രഹിക്കപ്പെടാതിരിക്കുകയില്ല. ഹല്ലേലൂയ. ആമേൻ. അതെ, ഇന്നും ഒരു ചോദ്യത്തോടു കൂടിയാ ദൈവവചന ശുശ്രൂഷ ആരംഭിക്കുന്നത്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ശ്രോതാവേ, മാതാവേ, പിതാവേ, അഭിഷക്തരെ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. വായിക്കാം. 128 സങ്കീർത്തനം അതിന്റെ 1 മുതൽ 6 വരെയുള്ള ഭാഗം. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട സ്വർഗത്തിലെ ദൈവം ഒന്നും കൂടെ പറഞ്ഞാൽ തന്നേക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും കൊടുത്ത് 2 കാലിൽ നിവർന്ന് നിൽക്കത്തക്ക വിധത്തിൽ
വിവേകവും വിവരവും ബുദ്ധിയും ജ്ഞാനവും കൊടുത്ത് മനുഷ്യൻ ഒറ്റയ്ക്കായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടിട്ട് തക്കതായ തുണയെ ദൈവം കൊടുത്തു. അങ്ങനെ സന്താന പുഷ്ടിയുള്ളവരായി ദൈവത്തെ ആരാധിച്ചു, ദൈവത്തെ സേവിച്ചു. തലമുറകൾ ആമേൻ സന്തോഷത്തോടെ ജീവിച്ച് കാണുവാൻ ആഗ്രഹിച്ച ദൈവം ഉഭയസമ്മതത്താൽ യോജിപ്പിക്കുന്ന കുടുംബമെന്ന വ്യവസ്ഥ ഇന്നും ഭൂമിയിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബമെന്ന വ്യവസ്ഥ സ്ഥാപിച്ച സ്വർഗത്തിലെ ദൈവം ഉഭയസമ്മതത്താൽ ഇന്നും മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്നുള്ളത് കൊണ്ട് കുടുംബം എന്ന വ്യവസ്ഥ സ്ഥാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ചിലരെങ്കിലും അപ്രകാരം വിവാഹം കഴിഞ്ഞവരായിരിക്കാം. ഹല്ലേലൂയ. വിവാഹവേദിയിൽ പ്രാർത്ഥിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ഒക്കെ ഈ വചനം അനവധി നിരവധി പ്രാവശ്യം നാം കല്യാണ വേളയിൽ പോകുമ്പോൾ കേൾക്കാറുണ്ട്. എന്നാൽ ഇന്ന് രാത്രി വളരെ പ്രാർത്ഥനയോടായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. ഈ അനുഗ്രഹത്തിന് അർഹനാകുവാൻ കൃപ ലഭിച്ച ആരെങ്കിലും ഇപ്രകാരമാകാതെ നിരാശയോടെ കണ്ണുനീരോടെ ദുഃഖത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ എങ്ങനെ? ഹല്ലേലൂയ. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ലോകത്തിൽ ആരെയെങ്കിലും ഭയപ്പെടുന്നവനല്ല. ലോകത്തിൽ പലരെയും ഭയപ്പെടുന്ന ആളുകളുണ്ട്. ഇരുട്ടിനെ ഭയപ്പെടുന്നവരുണ്ട്, നേതാക്കന്മാരെ ഭയപ്പെടുന്നവരുണ്ട്, പ്രമാണിമാരെ ഭയപ്പെടുന്നവരുണ്ട്, ശത്രുക്കളെ ഭയപ്പെടുന്നവരുണ്ട്, രോഗങ്ങളെ ഭയപ്പെടുന്നവരുണ്ട്, മരണത്തെ ഭയപ്പെടുന്നവരുണ്ട്. അങ്ങനെ വിവിധ നില ഭയങ്ങൾ മനുഷ്യനെ അലട്ടുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. പാമ്പിനെ ഭയപ്പെടുന്നവരുണ്ട്, എന്നാൽ പാമ്പിനെ സ്നേഹിക്കുന്നവരുമുണ്ട്. മൃഗങ്ങളിൽ പലതിനെയും ഭയപ്പെടുന്നവരുണ്ട്, പലതിനെയും സ്നേഹിക്കുന്നവരുണ്ട്, പലതിനെയും ബഹുമാനിക്കുന്നവരുണ്ട്. എന്നാൽ ഇന്ന് രാത്രി അവരൊന്നുമല്ല ഭാഗ്യവാൻ. ഭാഗ്യവാൻ ആരാണെന്ന് 66 പുസ്തകങ്ങൾ അടങ്ങിയ സത്യവേദ പുസ്തകത്തിനകത്ത് കാവ്യപുസ്തകമെന്നും സങ്കീർത്തനങ്ങളെന്നും പറയുന്ന 150 അധ്യായങ്ങൾ അടങ്ങിയ സങ്കീർത്തനം 128-ന്റെ 1 ഇങ്ങനെയാണ് കാണുന്നത്. ആത്മാവിൽ പ്രേരിതനായി അഭിഷക്തൻ എഴുതി, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചു, 1-ാം സങ്കീർത്തനം വളരെ സാമ്യമാണ്. അവിടെയും ഭാഗ്യകരമായ വ്യക്തിത്വത്തിന് ഉടമയായിരിക്കുന്നവരെ കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. ആരാണ് അവിടെ പറയുന്ന ഭാഗ്യവാൻ? ദുഷ്ടന്മാരുടെ, പാപികളുടെ, പരിഹാസികളുടെ കൂടെ സമയം ചെലവഴിക്കുന്നവരല്ല. യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവനെ ഭാഗ്യവാൻ. ഹല്ലേലൂയ. അപ്പോ അവൻ യഹോവയുടെ വഴി അറിയണമെങ്കിൽ യഹോവയുടെ ന്യായപ്രമാണത്തെ അറിയണം. യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കണം. അത് പേടി തട്ടാതിരിക്കാൻ കിടക്കുമ്പോൾ തലങ്ങടയുടെ കീഴിൽ വെക്കാനുള്ളതല്ല. അത് ഞായറാഴ്ച ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ബാഗിൽ വെച്ചു കൊണ്ടുപോകാനുള്ളതല്ല. അത് പ്രസംഗകന് പ്രസംഗിച്ച് നിൽക്കുവാനുള്ളതല്ല. പിന്നെയോ ഒരു ഭക്തൻ അനുഗ്രഹിക്കപ്പെടുവാൻ, അത് വായിക്കുവാൻ, അത് കേൾക്കുവാൻ, അത് ഗ്രഹിക്കുവാൻ, അതനുസരിച്ച് ജീവിക്കുവാൻ ആര് തയ്യാറാകുന്നുവോ അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണമിടയായി തീരും. ഹല്ലേലൂയ. നിന്നെ സഹായിക്കേണ്ടവൻ, നിന്നെ അനുഗ്രഹിക്കേണ്ടവൻ, ആമേൻ, നിന്നെ കരുതേണ്ടവൻ, ആമേൻ, മാറിപ്പോയിക്കോട്ടെ, അവരൊന്നും ആമേൻ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിലും ഇന്ന് രാത്രി ആമേൻ യഹോവയുടെ വഴികൾ അറിഞ്ഞ് യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴിയിൽ നടക്കുന്ന ഏവരും, അത് വിദ്യാസമ്പന്നനാകട്ടെ, അത് വിദ്യാഹീനനാകട്ടെ, അത് പണമുള്ളവനാകട്ടെ, പണമില്ലാത്തവനാകട്ടെ, ഏത് തരത്തിലുള്ളവനായാലും, ഏത് കാറ്റക്കരയിൽപ്പെട്ടവനായാലും, ഏത് സാഹചര്യത്തിലായിരുന്നവനായാലും, ആമേൻ, ഇന്ന് രാത്രി യഹോവയെ
ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവരും ഭാഗ്യവാനെന്ന് സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനമാണ് പറയുന്നത്. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു മഹാൻ എഴുതിയ പുസ്തകത്തിലെ കാര്യമല്ല പറയുന്നത്. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ നിറവോടെ, പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ, പരിശുദ്ധാത്മാവിന്റെ ആജ്ഞ ഏറ്റെടുത്ത് ഭക്തന്റെ തൂലിക ധരിപ്പിച്ച് എഴുതി വെച്ച ഈ സങ്കീർത്തനത്തിൽ ആമേൻ പറയുന്നത്, ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനമാകയാൽ ഇന്ന് രാത്രി കരമടിച്ച് എത്ര പേർ കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. നാട്ടുകാരെയോ കൂട്ടുകാരെയോ ആമേൻ പ്രമാണിമാരെയോ മുതലാളിമാരെയോ ഭയപ്പെട്ടിട്ട് ആർക്കും ഭാഗ്യവാനാകുവാൻ കഴിയത്തില്ല. ഭാഗ്യവാനാകുവാൻ ഒരേ ഒരു വഴി, സർവശക്തനായ ദൈവം തമ്പുരാനെ ഭയപ്പെടുക. ഹല്ലേലൂയ. ആമേൻ. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവരും ഭാഗ്യവാൻ. ഹല്ലേലൂയ. അങ്ങനെ ആയിരിക്കുന്ന ദൈവത്തിന്റെ വഴിയിലൂടെ നടക്കുന്ന ആമേൻ ഒരു മനുഷ്യന്റെ അധ്വാന ഫലം ആമേൻ നാട്ടുകാര് തിന്നുന്നല്ല, കൂട്ടുകാര് തിന്നുന്നല്ല, ദേശക്കാര് തിന്നുന്നല്ല, അധ്വാനിക്കുന്നവൻ തിന്നും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ആമേൻ മാസം മുഴുവൻ പണിയെടുത്തു, ആമേൻ അതെ ശമ്പളം പിടിച്ചു വെച്ചിരിക്കുക. ചിലര് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, മാസം പണിയെടുത്തു കിട്ടുന്ന കാശ് മെഡിസിന് മെഡിക്കൽ സ്റ്റോറിലും ആമേൻ ഹോസ്പിറ്റലിലും ഡോക്ടർമാർക്കും കൊടുത്തു കൊടുത്തു മടുത്തു. ചിലര് പറഞ്ഞിട്ടുണ്ട്, പണിയെടുത്ത് കൊണ്ടുവരുന്ന കാശ് വീട്ടിലെത്തുമ്പോഴത്തേക്ക് എതിലെ പോയെന്നറിയില്ല, ഒന്നും മിച്ചമില്ല. ഹല്ലേലൂയ. പണിയെടുക്കാഞ്ഞിട്ടല്ല, ജോലി ചെയ്യാഞ്ഞിട്ടല്ല, ശമ്പളം കിട്ടാഞ്ഞിട്ടല്ല. ഇന്ന് രാത്രി നിന്റെ കൈകളുടെ അധ്വാന ഫലം മറ്റുള്ളവർ അപഹരിക്കാതെ, മറ്റു വഴിയിൽ തകർന്നു പോകാതെ അത് നിനക്ക് അനുഗ്രഹമായി തീരത്തക്ക വിധത്തിൽ ആമേ നീ ഭാഗ്യവാൻ. നിനക്ക് നന്മ വരും. ദൈവ വഴിയിലൂടെ നടക്കുന്ന, ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ഭക്തനോട് ഇന്ന് രാത്രി ദൈവാത്മാവിനാൽ ഊന്നി ഞാൻ പറയട്ടെ, നീ ഭാഗ്യവാനാ, നിനക്ക് നന്മ വരും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഒരു വ്യക്തിത്വത്തിൽ ഉടമയാണ് നീ. നിന്റെ നന്മയെ തടയുന്ന ആമേൻ നീ ഭാഗ്യവാനാണെന്ന് അനേകർ പറയത്തക്ക വിധത്തിൽ കൈപിടിച്ചുയർത്തി മാനിപ്പാൻ ശക്തനായ ദൈവം ആമേൻ നിന്റെ നന്മയെ തടയുന്ന സകല പ്രതികൂലങ്ങളെയും അതിജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ വചനം കേട്ട് അവന്റെ വഴിയിൽ സഞ്ചരിച്ച് അവനെ ഭയപ്പെടുന്ന ഒരു ഭക്തന്റെ ജീവിതത്തിന്റെ മുമ്പിൽ യോർദാനാകട്ടെ, ചെങ്കടലാകട്ടെ, എരികോ കോട്ടയാകട്ടെ, അതെല്ലാം അമർന്നു പോകും, അതെല്ലാം വിഭജിക്കപ്പെടും. ഇന്ന് രാത്രി നീ ഭാഗ്യവാനായി ജീവിക്കത്തക്ക വിധത്തിൽ നിന്റെ നന്മയെ മുടക്കുന്ന, നിന്റെ നന്മയെ തടയുന്ന ഇരുളിന്റെ വ്യാപാരത്തെ അതിജീവിച്ച് മുൻപോട്ട് പോകുവാൻ ഉയരത്തെ അഭിഷേകത്താൽ നിന്നെ ശക്തനാക്കി മാറ്റുവാൻ ശക്തനായവന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാവേ, നീ കേൾവിക്കാരെ പോലിരിക്കാതെ, കാഴ്ചക്കാരെ പോലിരിക്കാതെ നീ കേൾക്കുന്ന വചനം നിന്നെ രൂപാന്തരപ്പെടുത്തുവാൻ, നിന്നെ ശക്തീകരിക്കുവാൻ, നിന്റെ മുമ്പിലുള്ള തടസ്സങ്ങൾ അതിജീവിച്ച് മുമ്പോട്ട് പോകുവാൻ നിന്നെ കരുത്തുള്ള മനുഷ്യനാക്കി മാറ്റുന്ന ആമേൻ അതേ ശുദ്ധിയുള്ള വചനമാകയാൽ ഹല്ലേലൂയ. ഇന്ന് രാത്രി അതരങ്ങളെ തുറന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടവനാകും. ആമേൻ. അപ്പോ ഒരു ഭക്തൻ ആമേൻ ഒരു പുരുഷൻ അധ്വാനിക്കുന്നവനായിരിക്കണമെന്ന് വളരെ വ്യക്തമായി നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നു. കാരണം അധ്വാനിക്കുന്നവനല്ലേ ആമേൻ നന്മ ലഭിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ജോലി ചെയ്യുന്നവനല്ലേ കൂലി കിട്ടത്തുള്ളൂ. ആമേൻ. അതെ, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ഏതുമാകട്ടെ, ജോലി ഏതുമാകട്ടെ, അലസന്മാർക്കോ മടിയന്മാർക്കോ ആമേൻ അധ്വാനത്തിന് ഫലം കിട്ടത്തില്ല. ഹല്ലേലൂയ. ഒരു പ്രവാചകനാണെങ്കിൽ പ്രവാചകന് ആമേൻ കൊടുക്കുന്ന നന്മയുണ്ട്. ആമേൻ. അതെ, ഒരു ശുശ്രൂഷകന് ആമേൻ അവന്റേതായ നന്മയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ ആരുമാകട്ടെ, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ഏതെന്ന് തിരിച്ചറിഞ്ഞ് നീ അത് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, നീ ഏത് ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ആ ജോലിക്ക് ന്യായമായ അതേ ശമ്പളം ലഭിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. എന്നാൽ അത് അനുഭവിക്കുവാൻ കഴിയാതെ രോഗമായി, ദുരിതമായി
അവനെ ഭയപ്പെടണം, അവന്റെ വഴികളിൽ നടക്കണം. ഹല്ലേലൂയ. ദുഷ്ടന്മാരുടെ കൂടെ നടന്നാലോ, പാപികളുടെ കൂടെ സമയം ചെലവഴിച്ചാലോ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരുന്നാലോ, യഹോവ ഭക്തൻ അനുഗ്രഹിക്കപ്പെടുന്നത് പോലെ നീ അനുഗ്രഹിക്കപ്പെടത്തില്ല. എന്താ യഹോവ ഭക്തന്റെ ആമേൻ സവിശേഷത, അവന്റെ അനുഗ്രഹം എന്താ? ഒന്ന്, അവൻ അലസനല്ല, അവൻ മടിയനല്ല, അവന് ഭാരിച്ച ഉത്തരവാദിത്വമുണ്ട്. ആമേൻ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടെന്ന് ദൈവം തക്കതായ ഒരു ജീവിത പങ്കാളിയെ അവന് കൊടുക്കുക, അവരിലൂടെ തലമുറയുണ്ടാകുക. അപ്പോ ഉത്തമ പുരുഷൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കുന്ന ആമേൻ ഒരു പുരുഷൻ ആമേൻ അധ്വാനം ശീലമുള്ളവനായിരിക്കണം. അവൻ അലസനാകാൻ പാടില്ല, അവൻ മടിയനാകാൻ പാടില്ല. ഹല്ലേലൂയ. ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നുവെന്ന്, മക്കളെ കിട്ടുന്നവന് നന്മ കിട്ടുന്നുവെന്ന്, ഭാര്യയെ പോറ്റി പുലർത്തുവാൻ ഉത്തരവാദിത്വമുള്ളവന്, മക്കളെ പൂർണ്ണ ഗൗരവത്തിൽ വളർത്തുവാൻ കടപ്പെട്ടവന്, സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കേണ്ടവന്. ഭരിക്കുന്ന കാര്യമൊക്കെ പറയുമ്പോ അതെടുക്ക, ഇതെടുക്ക, അത് ചെയ്, ഇത് ചെയ്, അങ്ങനെ കൽപ്പിക്കുന്ന കാര്യമല്ല. ഒരു രാജ്യത്ത് ഒരു രാജാവ് ഭരണകർത്താവായിരിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് അതെ പരിഹരിച്ച് അത് നടത്തേണ്ട ഉത്തരവാദിത്വം ആ രാജ്യത്തെ രാജാവിനാണ്. അങ്ങനെയെങ്കിൽ ഒരു കുടുംബത്തിന്റെ നാഥന്റെ ഉത്തരവാദിത്വം എന്താ? ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നവനല്ല ഭാഗ്യവാൻ. ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞ് ഒരു കുടുംബത്തിലെ നാഥൻ അതേ പുരുഷനാകയ, ഭർത്താവാകയ, പിതാവാകയ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ നിർവാഹമില്ല. സ്തോത്രം. ഒന്നാമത് ആമേൻ കുടുംബത്തിന്റെ നാഥൻ ദൈവത്തെ ഭയപ്പെടണം. ഹല്ലേലൂയ. ദൈവ വഴിയിലൂടെ സഞ്ചരിക്കണം. ആമേൻ. ദൈവത്തെ ഭയപ്പെട്ട് ദൈവ വഴിയിലൂടെ സഞ്ചരിച്ചാൽ അവന്റെ അധ്വാന ഫലം നാട്ടുകാർ കൊണ്ടുപോകത്തില്ല, മറ്റു വിധത്തിൽ തകർന്നു പോകത്തില്ല. ഹല്ലേലൂയ. നിനക്ക് നന്മയുണ്ടാകും, നീ ഭാഗ്യവാനാകും, നിനക്ക് നന്മ വരും. ഇന്ന് രാത്രി വിവാഹിതനാണോ, വിവാഹപ്രായമായി എത്തി നിൽക്കുന്ന സഹോദരനാണോ, അതോ പിതാവാണോ, അഭിഷക്തനാണോ, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്തെന്ന് തിരിച്ചറിഞ്ഞ് നീ വിശ്വസ്തനായ അധികത്തിന് നിന്നെ വിചാരകനാക്കും. ഹല്ലേലൂയ. അവിശ്വസ്തന്മാരെയല്ല ദൈവം അനുഗ്രഹിക്കുന്നത്, വിശ്വസ്തന്മാരെയാണ്. വിശ്വസ്തന്മാരായിരിക്കുന്നവരെയാണ് ദൈവം അധികത്തിന് വിചാരകനാക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നത്തക്ക വിധത്തിൽ, നിന്റെ തലമുറ അനുഭവിക്കത്തക്ക വിധത്തിൽ ആമേൻ നിന്നെ അനുഗ്രഹിപ്പാൻ ശക്തനായവൻ. ഹല്ലേലൂയ. അടുത്തത് ഇങ്ങനെ പറയുന്നത്, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത്, അയലകത്തെ വീട്ടില്, അയൽ രാജ്യത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടില് തേച്ചു മടക്കാൻ പോയി അവരെ നന്നാക്കൂന്നല്ല, ഏതെങ്കിലും കമ്പനിക്കകത്ത് പോയി കമ്പനിക്ക് ലാഭം ഉണ്ടാക്കൂന്നല്ല. ഇത് പറയുമ്പോ സ്വത്രം വരില്ല എന്നറിയാം. ലോകം ഇതൊന്നും അറിയുന്നില്ല. ലോക ജനത വെട്ടിപ്പിടിക്കുവാനുള്ള വ്യഗ്രതയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ലോകം വേണ്ട, ലോകത്തിന്റെ മോഹം വേണ്ട, ലോകത്തിന്റെ ഇമ്പം വേണ്ട എന്ന് പറഞ്ഞ് പാടുന്ന പ്രാർത്ഥിക്കുന്ന ആമേൻ ദൈവജനമേ, ദൈവത്തെ ഭയമുണ്ടോ? ദൈവത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ തിരിച്ചറിഞ്ഞ് ജീവിക്കണം. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പൂർണ്ണതയും അത് ആരാധനയോടുള്ള ബന്ധത്തിലുള്ള കാര്യമാണെന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ലോകക്കാരെ എങ്ങനെ ജീവിച്ചാലും ദൈവജനം ജീവിക്കുവാൻ ഒരു വ്യവസ്ഥയുണ്ട്. എന്താ വ്യവസ്ഥ? നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും, നിന്റെ മക്കളിൽ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. ഇന്ന് മിക്ക സുവിശേഷ പ്രവർത്തനം ചെയ്യുന്ന ആമേൻ അഭിഷക്തന്മാരുടെ ഭാര്യമാരും പലപ്പോഴും വീട്ടിലില്ല. ഏതെങ്കിലും രാജ്യത്ത്, ഏതെങ്കിലും സ്ഥാപനത്തിനകത്ത്,
ലോകക്കാരെ പോലെ ആകരുത്. ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. വചനം ഉള്ളതുപോലെ പറയുമ്പോൾ യേശു കർത്താവ് താൻ സത്യം പറഞ്ഞപ്പോൾ യഹൂദന്മാർ കല്ലെടുത്ത് എറിയാൻ, ഇന്ന് രാത്രി വചനം ഉള്ളതുപോലെ പറയുമ്പോൾ ഏറ്റെടുത്തനുസരിക്കാൻ ആര് തയ്യാറാകും? യഹോവ ഭക്തരായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. എങ്ങനെ? ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ ആമേൻ നിങ്ങൾ ശ്രമിക്കുമെങ്കിൽ നിശ്ചയമായി ദൈവത്തിന്റെ ആത്മാവ് നൽകിയ ദൂത് അതെ കേൾക്കുകയല്ല, അത് പ്രാപിച്ച് അനുഗ്രഹിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഭാര്യ ചൊറുങ്ങണം പോലെ ആയിരിക്കുന്നല്ല, ഭാര്യ ഏതെങ്കിലും രാജ്യത്തായിരിക്കുന്നല്ല, ഭാര്യ ഏതെങ്കിലും വീട്ടിലായിരിക്കുന്നല്ല, നിന്റെ വീട്ടിനകത്ത്. അപ്പോ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുരുഷന് സ്വന്തമായ ഒരു ഭവനം. ഹല്ലേലൂയ. സ്വന്തം എന്ന് പറയാം. നമ്മുടെ കർത്താവിന് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ കർത്താവ് പറഞ്ഞത്, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. അല്ലാതെ എവിടെയും എന്റേതെന്ന് ആമേൻ, എന്റെ ആലയം പ്രാർത്ഥനാലയം. ഹല്ലേലൂയ. ദൈവവുമായി കണക്ഷൻ അല്ലാത്ത ഒരു കാര്യവും കർത്താവ് എന്റേതെന്ന് എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. നോക്കിക്കേ, ആമേൻ, വാടകയ്ക്കായിക്കോട്ടെ അല്ല സ്വന്തമായിക്കോട്ടെ, ഒരു ദൈവ മകൻ എവിടെ ആയിരിക്കുന്നുവോ അവനോടൊപ്പം അവന്റെ ഭാര്യയും അവന്റെ മക്കളും. ഹല്ലേലൂയ. ഇതാ വ്യവസ്ഥ. മക്കൾ പ്രായമായി കഴിയുമ്പോൾ വിവാഹം കഴിച്ചയക്കും. ഓക്കെ, എന്നാൽ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ, ഹല്ലേലൂയ, നിന്റെ വീട്ടിനകത്ത് ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും. മിക്ക ആളുകളുടെയും ജീവിത പ്രശ്നങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ സൈക്കോളജി ആൻഡ് കൗൺസിലിംഗ് പഠിക്കുവാൻ കർത്താവ് അവസരം നൽകി. അതുകൊണ്ട് ചിലരുടെ കുടുംബ പ്രശ്നങ്ങളൊക്കെ കേൾക്കാറുണ്ട്. ഏറ്റവും വലിയ കൗൺസിലറായി ഞാൻ കാണുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. യഹൂദന്മാർ കല്ലെറിഞ്ഞു കൊല്ലുവാൻ ഓടിച്ച പാവനിയായ സ്ത്രീയെ ആ പ്രശ്നം മനസ്സിലാക്കി പരിഹരിച്ചു. ഏറ്റവും വലിയ കൗൺസിലർ, ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്റെ പ്രശ്നം എന്തുവായാലും അത് പരിഹരിപ്പാൻ കർത്താവിനെ പോലെ മറ്റാരുമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി കുടുംബസ്ഥരായിരിക്കുന്നവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആമേൻ നീറിപ്പോകുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ പ്രശ്നത്തെ പരിഹരിപ്പാൻ കഴിയുന്നവൻ കർത്താവായ യേശു ക്രിസ്തു ആകയാൽ ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനം വിശ്വസിക്കുകയും അനുസരിക്കുകയും അതും പ്രകാരം ജീവിക്കുകയും ചെയ്യുന്ന ഒരു ദൈവവൈതൻ ഭാഗ്യവാനായി ജീവിക്കത്തക്ക വിധത്തിൽ തന്റെ കുടുംബത്തെ ആ നിലയിലേക്ക് നയിപ്പാൻ ശക്തനായവൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിന്റെ മേൽ, നിന്റെ കുടുംബത്തിന്മേൽ തന്റെ ശക്തിയെ പകർന്ന് അനുഗ്രഹിപ്പാൻ തക്കവണ്ണമിടയായി തീരും. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ആമേൻ. ഒരു ഭക്തന്റെ കുടുംബ ജീവിതത്തിനകത്ത് തന്റെ ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെട്ടവളായി. ഹല്ലേലൂയ. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഭാര്യയെ കിട്ടി, പക്ഷെ പലപ്പോഴും വീട്ടിലില്ല. ആഹാരം വെച്ചു വിളമ്പാൻ ആളില്ല. ഉണ്ടായ മക്കൾക്ക് ആഹാരം കൊടുക്കാൻ ആളില്ല. ലോകക്കാര് ജോലിക്ക് വെക്കുന്നത് പോലെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഭാഗ്യവാനെന്ന് പറയുന്ന അനേക കുടുംബങ്ങളിൽ അപ്രകാരം തന്നെയല്ലേ ഇന്ന് രാത്രി കൂട്ടുകൂടി ഇമ്പമായി വാഴുന്ന ഭൂമിയിലെ സ്വർഗമായി ജീവിച്ചു തീർക്കുവാൻ ദൈവം തന്നിരിക്കുന്ന ജീവിതത്തെ കളിച്ചു തീർക്കാനുള്ളതല്ല. അത് ആമേൻ അതേ ഗൗരവമായി ചിന്തിച്ച് അതേ ദൈവത്തിന് മഹത്വം കൊടുത്ത് ജീവിക്കുമ്പോഴാണ് ജീവിതത്തിൽ ആമേൻ ദൈവം വെച്ചിരിക്കുന്ന നന്മ പ്രാപിക്കുവാനും സന്തോഷിക്കുവാനും കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവു തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. ഹല്ലേലൂയ. അപ്പൊ ഒരു ഭക്തൻ അനുഗ്രഹിക്കപ്പെടേണ്ടത് എങ്ങനെയാണെന്ന് സത്യവേദ പുസ്തകം വളരെ ശക്തമായി വ്യക്തമായി അതേ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആഴ്ചക്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും. ഹല്ലേലൂയ. ആരുടെ നന്മയെ കാണുന്ന?
യെരൂശലേമിന്റെ നന്മയെ കാണുന്ന. ഹല്ലേലൂയ. ഇന്ന് നന്മ തേടി പലരും പല രാജ്യങ്ങളിലേക്ക് ഓടുകയാണ്. അവിടെ ആര് ഭരിച്ചാലും വേണ്ടില്ല, അവിടെ എങ്ങനെ സമ്പാദിച്ചാലും വേണ്ടില്ല, നന്മയുണ്ടാകണം. എന്നാൽ യഹോവ ഭക്തനായ ഒരു പുരുഷനെ ദൈവം എവിടുന്ന് അനുഗ്രഹിക്കുന്നത്, എങ്ങനെ അനുഗ്രഹിക്കുന്നത്, ആരുടെ നന്മയാണ് അവന് അനുഭവിക്കുവാൻ ദൈവം അനുവദിക്കുന്നത്? ഹല്ലേലൂയ. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഹല്ലേലൂയ. മക്കളെ പോലും കാണാൻ പലർക്കും ഭാഗ്യമില്ല. നന്മ തേടി പോയതാ. നവോമി തന്റെ പ്രിയപ്പെട്ടവനെയും തന്റെ 2 ആമക്കളെയും ദേശത്ത് ക്ഷാമം വന്നപ്പോൾ അല്പകാലത്തെ കഷ്ടം സ്വത്രം പറഞ്ഞ് അനുഭവിക്കുവാൻ തയ്യാറാകാനത് കൊണ്ട് വേഗത്തിൽ ആ ക്ഷാമം പരിഹരിപ്പാൻ പോയ പോക്കിൽ ഭർത്താവ് നഷ്ടപ്പെട്ടു, 2 ആമക്കൾ നഷ്ടപ്പെട്ടു, മക്കളെ കണ്ടു. പക്ഷേ മക്കളുടെ മക്കളെ കാണാൻ ഭാഗ്യം കിട്ടിയില്ല. വേദനയോടെ പറയട്ടെ, പലരും നന്മ തേടി പോയി തിരികെ വരാൻ പറ്റാതെ പലരും മൺമറഞ്ഞു പോകുമ്പോൾ, ഞെരുക്കമാണെങ്കിലും കഷ്ടമാണെങ്കിലും പരിമിതിയാണെങ്കിലും അന്നന്ന് ഉള്ള വക തന്ന് ഞാനിവിടെ ജ്ഞാനിയായ ശലോമോൻ അതേ പ്രാർത്ഥിച്ചതുപോലെ ഞാൻ അഹങ്കരിക്കാതിരിപ്പാൻ, സമ്പന്നനാകാതെ, മോഷ്ടിക്കാതിരിപ്പാൻ, ദരിദ്രനാകാതെ അന്നുള്ളത് തന്ന് എന്നെ നിർത്തണമേ എന്ന് പ്രാർത്ഥിച്ച ഭക്തൻ ചോദിച്ചതിലധികം ജ്ഞാനം അവന് കൊടുത്ത് നന്മ കൊടുത്ത് അനുഗ്രഹിച്ച സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി വചനം കേൾക്കുന്ന എന്നെയും നിന്നെയും അനുഗ്രഹിപ്പാൻ ശക്തനാണ്. ഒറ്റ വ്യവസ്ഥ, ദൈവത്തെ ഭയപ്പെടണം, അവന്റെ വഴികളിൽ നടക്കണം. അതിലെതിരെ പോയി എങ്ങനെയെങ്കിലും കുറെ നന്മയുണ്ടാക്കി ജീവിക്കാൻ നോക്കിയാൽ ആമേൻ മക്കളെയും കൊച്ചുമക്കളെയും കാണുവാനുള്ള ദീർഘായുസ് കുറഞ്ഞു പോകും. ദീർഘായുസോടിരുന്ന് ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കഴിയണമെങ്കിൽ ഹല്ലേലൂയ ദൈവം ആരെന്നറിയണം, അവനെ ഭയപ്പെടണം, അവന്റെ വഴികളിൽ നടക്കണം, അവന്റെ ഇഷ്ടം ചെയ്യണം, അവനെ പ്രസാദിപ്പിക്കണം. ഹല്ലേലൂയ. മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട ദൈവം തക്കതായ ജീവിത പങ്കാളിയെ സമയമാകും ഒരുക്കി തരും. ഹല്ലേലൂയ. തലമുറയുണ്ടാകും. ഹല്ലേലൂയ. അങ്ങനെ കൂട്ടുകൂടി ഇമ്പമായി വാഴുന്ന ഭൂമിയിലെ സ്വർഗമായി ജീവിച്ചു തീർക്കുവാൻ ദൈവം തന്നിരിക്കുന്ന ആയുസ് ജീവിച്ചു തീർക്കുവാൻ തക്കവണ്ണം ഒരു ഭക്തനെ ദീർഘായുസ് കൊണ്ട് ദൈവം തൃപ്തി വരുത്തുവാൻ തക്കവണ്ണം ഇടയായിട്ട്. ഹല്ലേലൂയ. ആമേൻ. നിന്റെ മക്കളുടെ മക്കളെ നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ആർക്കാണ് സമാധാനം ഉണ്ടാകട്ടെ? ഇസ്രായേൽ. ഹല്ലേലൂയ. നീ ഒരു പുതിയ നിയമ ഇസ്രായേൽ ആണെന്ന് പറഞ്ഞു നടന്ന പോരാ, നീ ഒരു പുതിയ നിയമ ഇസ്രായേലായി ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പഴയ നിയമ ഇസ്രായേലിന് ആമേൻ കഷ്ടതയും വേദനയും ഒക്കെ കടന്നു വന്നപ്പോൾ അവരായിരുന്ന ഇസ്രായേലിൽ കടന്നുകൊണ്ട് നിലവിളിച്ചു. ആ നിലവിളി കേൾക്കാതെ പോയതല്ല സ്വർഗത്തിലെ ദൈവം. ഹല്ലേലൂയ. ഇസ്രായേലോടുള്ള വാഗ്ദത്തം നിറവേറ്റുവാൻ ദൈവം ശക്തനാണെന്ന് ആമേൻ അതേ 66 പുസ്തകങ്ങൾ അടങ്ങിയ സത്യവേദ പുസ്തകം വായിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവം ആമേൻ എന്റെ ജനമെന്ന് പറയത്തക്ക വിധത്തിൽ വേർതിരിച്ച ആമേൻ പഴയ നിയമ ഇസ്രായേൽ ആമേൻ വാഗ്ദത്തം പ്രാപിക്കുവാൻ ചുവട് വെച്ചപ്പോ അവരെ തെറ്റിച്ചു കളയുവാൻ വന്ന എല്ലാ പ്രതികൂലത്തെയും അതിജീവിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവം അവർക്ക് അവസരം കൊടുത്തു. പക്ഷേ മത്സരികളായവരെല്ലാം വഴിയിൽ തകർന്നുപോയി, ആമേൻ പരാജയപ്പെട്ടു. എല്ലാവർക്കും ആ വാഗ്ദത്ത കനാൻ നാട്ടിലെത്തുവാൻ സാധിച്ചില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പുതിയ നിയമ ഇസ്രായേലായി ജീവിക്കുവാൻ കൃപ ലഭിച്ചവർ ലോകക്കാരെ പോലെ സമയം നഷ്ടമാക്കാതെ അവിടെയും ഇവിടെയും പോയി നന്മയുണ്ടാക്കാമെന്ന് ചിന്തിച്ചാൽ ആമേൻ ഒരിക്കലും അത് അനുഗ്രഹമായി തീരത്തില്ല. ആമേൻ. കർത്താവ് താൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുമ്പോ പുതിയ നിയമസഭയെ ഇവിടെ നിന്ന് എടുത്തുകൊള്ളുവാൻ തക്കവണ്ണം ഇടയാകുമ്പോ തള്ളപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ഹല്ലേലൂയ ആമേൻ യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴി ഏതെന്നറിഞ്ഞ് അതിലെ സഞ്ചരിക്കുവാൻ തയ്യാറാകണം. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. കർത്താവിനെ ഭയപ്പെടുന്ന ഏവരും ഭാഗ്യവാന്മാരാണ്. ഹല്ലേലൂയ. അവന്റെ വഴികളിൽ ആമേൻ നടക്കുന്ന ഹല്ലേലൂയ ഒരു വ്യക്തിയും
ആമേൻ. അവന്റെ കൈയുടെ അധ്വാന ഫലം അനുഭവിക്കാതെ പോകുകയില്ല. ഹല്ലേലൂയ. ആമേൻ. അവന് സന്തോഷിക്കുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, അവൻ സുഖമായി ഇരിക്കത്തക്കവണ്ണം, ഹല്ലേലൂയ, അവനെ സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവം അവൻ അനുകൂലമായി പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. അങ്ങനെ ആയിരിക്കുന്നവന്റെ ഭാര്യ വീടിന്റെ അടിയിൽ അല്ലെങ്കിൽ വീടിനകത്ത് ഫലവത്തായ ഒരു മുന്തിരിവള്ളി പോലെയാ. ഹല്ലേലൂയ. കർത്താവിനെ ഭയപ്പെടുന്ന മനുഷ്യൻ ഈ വണ്ണം അനുഗ്രഹിക്കപ്പെടുമെന്ന സത്യവേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്ന, ഭാര്യയെ കിട്ടി കട്ടിലെന്ന് എഴുന്നേറ്റിട്ട് ആമേൻ കാര്യം ഒന്നും നടക്കുന്നില്ല, രോഗിയാ, നിത്യ രോഗിയാ. ഹല്ലേലൂയ. ആമേൻ. അതെ, ഭാര്യയെ കിട്ടുന്നവന് രോഗിയെ കിട്ടുന്നു എന്നല്ല പറഞ്ഞേ, ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു എന്നാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന കൂടപ്പറപ്പേ, ആമേൻ, ജീവിതത്തിൽ ഭാഗ്യം കെട്ടവനാണെന്ന് ആരെങ്കിലും പറയത്തക്ക വിധത്തിൽ തിക്തമായ അനുഭവം പേറിക്കഴിയുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ആമേൻ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, അവന്റെ വഴി വിട്ട് എവിടെയെങ്കിലും ആമേൻ നടന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി അവൻ ഒന്ന് തിരുത്തുവാൻ തയ്യാറാകണം. യഹോവയെ ഭയപ്പെടുവാൻ തയ്യാറാകണം. അവന്റെ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ തയ്യാറാകണം. ആമേൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നാട്ടുകാർ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ എവിടെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഇന്ന് രാത്രി അത് കണ്ടുപിടിച്ച് യഥാസ്ഥാനപ്പെടുവാൻ തയ്യാറായ നിന്റെ നന്മയെ ആരും അപഹരിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. നിന്റെ ഭാര്യ നിത്യ രോഗിയായി കഴിയുവാൻ ദൈവം അനുവദിക്കത്തില്ല. കൂടപ്പറപ്പേ, എവിടെയാണ് മിസ്റ്റേക്ക്? ഇന്ന് രാത്രി ആ മിസ്റ്റേക്ക് കണ്ടുപിടിക്കുവാൻ പരിശുദ്ധാത്മാവിനോട് ചോദിക്കുക. ആമേൻ. അതിദാരക്കൊത്ത കണ്ണുള്ളവനൊന്നും മറവായിരിക്കത്തില്ല. എവിടെയാ ക്രമീകരിക്കപ്പെടേണ്ടത്? ഇന്ന് രാത്രി ഒന്ന് ക്രമീകരിക്കപ്പെട്ട് ജീവിക്കുവാൻ തയ്യാറായ യഹോവ ഭക്തനായ പുരുഷൻ ഈ വണ്ണം അനുഗ്രഹിക്കപ്പെടുമെന്ന് സത്യവേദ പുസ്തകം ശക്തമായി പഠിപ്പിക്കുന്നെങ്കിൽ നിശ്ചയമായും അത് അനുഭവിക്കുവാൻ കൃപ ലഭിച്ച ആരും നിരാശപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ജീവിതകാലം മുഴുവൻ യെരൂശലേമിന്റെ നന്മയെ കാണും. ഹല്ലേലൂയ. അതെ, നിന്റെ മക്കളുടെ മക്കളെയും ഇസ്രായേലിന് ആമേൻ അതെ സമാധാനവും ആമേൻ കാണത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി അനുകൂലമായി ചലിക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർ ആമേൻ പറഞ്ഞ് കരമടിച്ച് എന്നോട് ചേർന്ന് കർത്താവിനെ മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. അനുഗ്രഹിക്കുന്നവൻ അത്യുന്നതനാണ്. ഹല്ലേലൂയ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവൻ അനുഗ്രഹങ്ങളുടെ സൃഷ്ടാവാണ്. ഹല്ലേലൂയ. അവന്റെ സൃഷ്ടിയെ പ്രത്യേകിച്ച് അവന്റെ മക്കളെ അനുഗ്രഹിക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് ഉണ്ടായ മക്കളെ നമ്മള് നല്ല നിലയിൽ വളർത്തുവാൻ ബന്ധപ്പെടുന്നില്ലേ? നമുക്കുണ്ടായ കുഞ്ഞുങ്ങൾക്ക് നല്ല ആഹാരം കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകുന്നില്ലേ? നമുക്കുണ്ടായ മക്കൾക്ക് നല്ല ഡ്രസ്സ് കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകുന്നില്ലേ? അവര് കളഞ്ഞിട്ടാണോ? അവര് ചോദിച്ചിട്ടാണോ? ഉത്തരവാദിത്വമുള്ള മാതാപിതാക്കൾ അവർക്കുണ്ടായ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാൻ, നല്ല ആഹാരം കൊടുക്കുവാൻ, നല്ല വിവാഹം നടത്തി കൊടുക്കുവാൻ, നല്ല നിലവാരത്തിൽ അവർ ഉയർന്നു വരത്തക്ക വിധത്തിലുള്ള എല്ലാം നൽകിക്കൊടുക്കുവാൻ ഉത്തരവാദിത്വമുള്ള മാതാപിതാക്കൾ തയ്യാറാണ്. ഹല്ലേലൂയ. എന്നാൽ അവരെ ധിക്കരിച്ചു പോകുന്ന, അവരെ അനുസരിക്കാത്ത അനേക തലമുറകളുണ്ട്. അവരെല്ലാം വഴിയിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഉത്തരവാദിത്വം മറന്നോടുന്നവരാകരുതേ. ഉത്തരവാദിത്വം ഏറ്റെടുത്തവർ ഉത്തരവാദിത്വം മറക്കാതെ ഉത്തരവാദിത്വം നിറവേറ്റുവാൻ, അതേ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ നിന്നെ രോഗിയാക്കി, നിന്നെ ദുരിതത്തിലാക്കി, നിന്റെ കണക്കെടുതിയിൽ കുടുക്കി ആമേൻ തകർക്കാൻ നോക്കുന്ന പല ആമേൻ പോരാട്ടങ്ങൾക്ക് നടുവിലും നീ തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കാതെ, കഷ്ടത്തിനകത്ത് അകപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കാതെ, കഷ്ടത്തിൽ ജയാളിയായ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ സഞ്ചരിക്കുന്നവർക്കാണ് അവന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുന്നത്, അവനിലൂടെ ജയാളിയാകുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആമേൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു ജീവിതത്തിനുടമയായി ജീവിക്കുവാൻ കൃപ ലഭിച്ചവർ ഉത്തരവാദിത്വം മറന്നു പോകരുത്. ഹല്ലേലൂയ. അനുഗ്രഹിക്കുന്നവൻ സർവശക്തനാണ്, അവൻ അത്യുന്നതനാണ്.
ഹല്ലേലൂയ. അനുഗ്രഹങ്ങളുടെ സൃഷ്ടാവാണ്. ഹല്ലേലൂയ. അവന്റെ സൃഷ്ടിയെ അവൻ അനുഗ്രഹിപ്പാൻ ഉത്തരവാദിത്വമുള്ളവനാണ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു സൃഷ്ടിക്കും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാതെ അനുഗ്രഹമായിരിക്കുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹം അനുഭവിക്കുന്നവർ അവന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കും. സ്തുതിയായി, പാട്ടായി, പ്രാർത്ഥനയായി, കയ്യടിയായി. ഹല്ലേലൂയ. അവർക്ക് ലഭിക്കുന്ന അതേ നന്മയിൽ ഓഹരി കൊടുത്ത് അങ്ങനെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ അവർ തയ്യാറാകും. ഇന്ന് രാത്രി ആമേൻ ദൈവം നല്ല ഭാര്യയെ തന്നിട്ടുണ്ടെങ്കിൽ, ആമേൻ നല്ല ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ, നല്ല ജീവിത പങ്കാളിയെ തന്നിട്ടുണ്ടെങ്കിൽ, നല്ല ഭർത്താവിനെ തന്നിട്ടുണ്ടെങ്കിൽ, നല്ല ജീവിത സാഹചര്യം തന്നിട്ടുണ്ടെങ്കിൽ, നല്ല ഭവനം തന്നിട്ടുണ്ടെങ്കിൽ, നല്ല മക്കളെ തന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി അത് അനുഭവിക്കുന്നവർ ആദരങ്ങളെ തുറന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് ആമേൻ തന്റെ മക്കളോട് ഉത്തരവാദിത്വമുള്ളതുപോലെ ആമേൻ ദൈവത്തിന്റെ മക്കൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാം നമ്മുടെ മക്കളോട് നമുക്ക് കടപ്പാടുണ്ട്, നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഒന്നുപോലും കുറയാതെ നാം ചെയ്ത് കൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മുടെ തലമുറകൾ ആ ഉത്തരവാദിത്വം അനുഭവിച്ച് വളരുന്ന തലമുറകൾക്ക് ഒരു കടപ്പാടുണ്ട്, ഒരു ഉത്തരവാദിത്വമുണ്ട്. ഹല്ലേലൂയ. ഇത് സത്യവേദ പുസ്തകം വായിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നവർക്കേ മനസ്സിലാകത്തുള്ളൂ. ആ കാരണം ആമേൻ ഇത് ആത്മാവിനാൽ എഴുതപ്പെട്ടതാ. ഹല്ലേലൂയ. ആമേൻ ആത്മാവിനെ കൂടാതെ കണ്ട് ഇത് ആർക്കും ഗ്രഹിക്കുവാൻ കഴിയത്തില്ല. ലോകക്കാർക്ക് അത് കിട്ടത്തില്ല. ആമേൻ ലോകത്തിലുള്ള വ്യക്തി ഇത് കേട്ടാൽ അവർക്ക് ഇത് ഉൾക്കൊള്ളുവാൻ പ്രയാസമാണ്. എന്നാൽ ലോകത്തിലായിരിക്കുന്നവനെ നിത്യസ്നേഹം കൊണ്ട് സ്നേഹിക്കുന്ന സ്നേഹവാനായ ദൈവം ആമേൻ മാനവരാശിക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയുടെ വഴി അവൻ തിരിച്ചറിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് അടുത്തു വന്നാൽ അവനും ഈ വണ്ണം അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണമിടയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഈ ഭൂമിയിലായിരിക്കുന്ന സൃഷ്ടികളെയെല്ലാം അനുഗ്രഹിക്കുന്ന സർവശക്തനായ ദൈവം ആമേൻ സൃഷ്ടിച്ച മനുഷ്യനെ ഈ വണ്ണം അനുഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ആത്മീയമായി ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കാരണം ആത്മീയൻ ആമേൻ ദൈവവുമായി കണക്റ്റഡ് ആയിരിക്കുന്നവൻ ആത്മീയൻ. ഹല്ലേലൂയ. ദൈവത്തെ ഭയപ്പെടുന്നവൻ ആത്മീയൻ. ദൈവ വഴിയിലൂടെ നടക്കുന്നവരാണ് ആത്മീയൻ. ഹല്ലേലൂയ. അല്ലാത്തവരെല്ലാം അനാത്മീയനാണ്. അവരെ ഏതൊക്കെ ഗണത്തിൽ പെടുമെന്ന് ചോദിച്ചാൽ 1-ാം സങ്കീർത്തനം 1, 2, 3 വാക്യങ്ങളിൽ വ്യക്തമായി പറയുന്നു. ദുഷ്ടന്മാർ, ദുഷ്ടതരങ്ങളെ ഉള്ളവരുടെ കയ്യിൽ ദുഷ്ട ചിന്തകളേ ഉള്ളൂ. എങ്ങനെ വെട്ടിപ്പിടിക്കാം, എങ്ങനെ നശിപ്പിക്കാം, സ്വാർത്ഥ താല്പര്യങ്ങൾ നടത്താൻ വേണ്ടി ഭാര്യയെ കൊന്നാലും മദ്യപിക്കണമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ആമേൻ അപ്പനെ വെട്ടിയിട്ടാണെങ്കിലും അത് എൻജോയ് ചെയ്യണമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ദുഷ്ടന്മാരാ. ഹല്ലേലൂയ. അവർ അനാത്മീയരാ. അവരെ ദൈവത്തെ ഭയപ്പെടുന്നില്ല. ദൈവം ആരെന്ന് അവർ അറിയുന്നില്ല. ദൈവ വഴിയിലൂടെ അവർ സഞ്ചരിക്കുന്നില്ല. ദൈവത്തെ ഭയപ്പെടുന്നവൻ അപ്പനെ ഭയപ്പെടും, അമ്മയെ ഭയപ്പെടും, അവരെ ബഹുമാനിക്കും. അവർക്ക് നന്മയും ദീർഘായുസും ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. ആമേൻ. ആത്മീയമായി ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് സർവശക്തനായ ദൈവം ആഗ്രഹിച്ചു. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. ഹല്ലേലൂയ. എന്നിരുന്നാലും ദൈവ അനുഗ്രഹം പ്രാപിക്കുവാൻ ഹല്ലേലൂയ തയ്യാറാകുന്ന ഓരോ വ്യക്തിയും ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും അവനെ സേവിക്കുകയും ആമേൻ അവനെ അനുസരിക്കുകയും ചെയ്യുമ്പോൾ ഹല്ലേലൂയ ദൈവിക അനുഗ്രഹങ്ങൾ അവന്റെ മേൽ വന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. നാം പാടിയതുപോലെ ദേശത്ത് നാം അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ നാം അനുഗ്രഹിക്കപ്പെടും. ആമേൻ. വീട്ടിൽ ആഹാരം കുറയത്തില്ല, വായ്പ വാങ്ങാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയുള്ള അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന് ഉടമയായി ജീവിക്കുവാൻ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ച ആരെങ്കിലും ഇന്ന് രാത്രിയിൽ
ആമേൻ. നന്മ ആമേൻ ചോർന്നു പോകുന്നു, നന്മ അപകരിക്കുന്നു. ആമേൻ. അതെ, ജീവിത പങ്കാളി നിത്യ രോഗിയായി കഴിയുന്നു, തലമുറകൾ അനുസരണം കെട്ടവരായി മാറിയിരിക്കുന്നു. ഈ ദുഃഖവും പേറി കഴിയുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ എവിടെയോ ഒന്ന് മടങ്ങി വരേണ്ടതുണ്ട്. ആമേൻ. ദൈവ ഭയത്തിലാണെങ്കിൽ, ദൈവികമായ വഴിയിലാണെങ്കിൽ, ആമേൻ, നീ ഒന്ന് കം ബാക്ക്, തിരിഞ്ഞു വരുവാൻ തയ്യാറാകൂ. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്ക് മുടക്കം വരുത്താത്ത ദൈവം, ആമേൻ, ഈ വണ്ണം ദൈവം ഭക്തനെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുമെന്നുള്ള സന്ദേശം ഇന്ന് രാത്രി നിന്റെ കാതുകളിൽ, നിന്റെ വീട്ടിലിരുന്ന് ആമേൻ നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഏത് രാജ്യത്തായാലും ഏത് ഭവനത്തിലായാലും ഇന്ന് രാത്രി നീ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരണം. അടുത്ത പ്രഭാതത്തിൽ ഹല്ലേലൂയ, അതേ ഭാഗ്യവാൻ എന്ന് പറയത്തക്ക വിധത്തിൽ വരും ദിനങ്ങളിൽ നിന്നെ കാണുന്നവര് ദൈവത്തിന് മഹത്വം കൊടുക്കുവാണ്. ആമേൻ. ഒറ്റ രാത്രി യാക്കോബ് തനിക്കുള്ളതെല്ലാം അക്കരെ കടത്തി വെച്ചിട്ട്, ആമേൻ, ഒറ്റയ്ക്ക് അതേ യാബോക്ക് നദിയുടെ ഇക്കരെ, ആമേൻ, അതേ ദൈവവുമായി സമയം ചെലവഴിച്ച് ഉഷസാകുവോളം, ആമേൻ, ദൈവവുമായി നടത്തിയ സംഭാഷണത്തിൽ, ആമേൻ, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ലെന്ന് തീരുമാനമെടുത്ത് ദൈവസന്നിധിയിലായിരുന്ന, ആമേൻ, യാക്കോബിനെ അനുഗ്രഹിച്ച സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി അഭിഷക്തനെ, ദൈവദാസിയെ, ദൈവദാസനെ, മാതാവേ, പിതാവേ, കുഞ്ഞെ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാൽ ദേശത്ത് തലയുയർത്തി ജീവിക്കത്തക്ക വിധത്തിൽ നിന്നെ മാനിപ്പാൻ, നിന്നെ അനുഗ്രഹിപ്പാൻ ദൈവം ശക്തനാണ്. കേട്ട് കേട്ട് തഴമ്പിച്ച വചനം ഇന്ന് രാത്രി കേട്ട് മറന്നു പോകുന്നവരെ പോലെ സ്വന്തം വഴിയിൽ ഓടാതെ, സ്വന്തം ബുദ്ധിയിൽ ഓടാതെ, സ്വന്തം കഴിവിൽ പ്രശംസിക്കാതെ, ഹല്ലേലൂയ, ഇന്ന് രാത്രി കം ബാക്ക്, ഒന്ന് തിരിഞ്ഞ് ദൈവ വഴിയിലൂടെ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കാൻ തയ്യാറാണെങ്കിൽ നിശ്ചയമായും യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകുമെന്ന് എഴുതിയ ദൈവവചനം നമ്മളിൽ നിറവേറുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ ആശ്വാസത്തിനായി, ആസ്വാദനത്തിനായി, ഹല്ലേലൂയ, ശാരീരികമായി ദൈവിക അനുഗ്രഹം, ആമേൻ, നാം പ്രാപിക്കുവാൻ എന്തു ചെയ്യണം, ഹല്ലേലൂയ, എന്നതിനെ കുറിച്ചുള്ള, ആമേൻ, അതെ, വളരെ അർത്ഥവത്തായ ചിന്തയാണ് പ്രാരംഭ വാക്യത്തിലൂടെ നമുക്ക് പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വഴികളിൽ നടന്ന് ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ദൈവ പൈതലിനെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. പ്രിയമുള്ളവരെ, അനുഗ്രഹിക്കപ്പെടാൻ വേറെ ഒരു കുറുക്കു വഴിയില്ല. ഹല്ലേലൂയ. ആമേൻ. അനുഗ്രഹിക്കപ്പെടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ആ വഴിയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പ്രിയരെ, ദൈവത്തിന്റെ വഴികൾ വിശുദ്ധ തിരുവഴുത്തുകളായ വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യം. കൃപയാൽ കഴിഞ്ഞ രാത്രി സ്വർഗത്തെ കുറിച്ച് സുബോധമുള്ളവരായിരിക്കണമെന്നുള്ള ആ മെസ്സേജ് പറഞ്ഞപ്പോൾ ആ വഴിയെ കുറിച്ച് ഞാൻ ഓർപ്പിച്ചിരുന്നു. ഇന്ന് രാത്രിയിലും, ആമേൻ, അതെ, യേശു ക്രിസ്തു വഴി, സത്യം, ജീവൻ ആണെന്ന് ഓർക്കുക. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ, ഞാനാകുന്നു വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. ഹല്ലേലൂയ. പ്രിയരെ, ദൈവത്തിന്റെ വഴികൾ, ഹല്ലേലൂയ, ദൈവികമായ വഴികൾ എന്തെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ആര് തയ്യാറാകുന്നുവോ അവർക്ക് ലഭിച്ചിരിക്കുന്ന കൃപയ്ക്കനുസൃതമായി ആ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ തയ്യാറാകുന്നവർ ഒരിക്കലും പരാജയപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ വഴികളിൽ നടക്കാൻ നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ പാത പിന്തുടരേണ്ടതുണ്ട്. ഹല്ലേലൂയ. ഒരാമേൻ പറയാമോ? ഹല്ലേലൂയ. ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരാരും പരാജയപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി ഈ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടും ഇവണ്ണം അനുഗ്രഹിക്കപ്പെടാതെ ഭാഗ്യം കെട്ടവനായി അയ്യോ ഞാൻ ജീവിക്കുകയാണെന്ന് ചിന്തിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി നീ ഭാഗ്യം കെട്ടവനല്ല, നീ ഭാഗ്യം കെട്ടവനല്ല, നീ ഭാഗ്യവാനാണ്. എന്നാൽ നിന്റെ നന്മയെ നീ അനുഭവിക്കാതിരിക്കുവാൻ ദൈവഭയമില്ലാതാക്കുന്ന ദൈവിക വഴിയിലൂടെ സഞ്ചരിക്കുവാൻ അനുവദിക്കാതെ ദുഷ്ടന്മാരുടെ കൂടെ, പാപികളുടെ കൂടെ, പരിഹാസികളുടെ കൂടെ സമയം ചെലവഴിക്കുവാൻ, നിന്നെ പ്രലോഭനത്തിൽ കുടുക്കി
കൂട്ടുകെട്ടിൽ കൊണ്ടുപോയി, ആമേൻ, പല ബന്ധങ്ങളിൽ കൊണ്ടുപോയി, ആമേൻ, നിന്നെ തകർക്കാൻ നോക്കുന്ന പൈശാചിക മണ്ഡലത്തിൽ നിന്ന് നിന്നെ പുറത്തെടുക്കുവാൻ അധികാരമുള്ളവന്റെ നാമം, സകല നാമത്തിന് മേലായ നാമം, ഇന്ന് രാത്രി ആ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ആരും ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി ആ നാമത്തിൽ ആശ്രയിക്കുന്നവനെ ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവിനെ വിളിച്ച് ആ പരിശുദ്ധാത്മാവുമായി ആമേൻ സഹകരിച്ച് ജീവിക്കുവാൻ ആര് തയ്യാറാകുമോ അവരിവണ്ണം അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. കാശ് കൊടുത്ത് ആമേൻ, അതെ, LED LCD 32 62 ആമേൻ വലിപ്പമുള്ള, ആമേൻ, അതെ, ലേറ്റസ്റ്റ് TV കൊണ്ടുവന്ന്, ആമേൻ, നീ ഉണ്ടാക്കിയ വീടിനകത്ത് നീ കാശ് കൊടുത്ത് മേടിച്ച ചെയറിനകത്ത് ഇരുന്നിട്ട് നിന്റെ കയ്യിലിരിക്കുന്ന റിമോട്ട് കൊണ്ട് നിനക്ക് ഇഷ്ടമുള്ള ചാനലിൽ കയറി, ആമേൻ, നീ സമയം ചെലവഴിക്കുമ്പോ ഓർത്തോണം, ദുഷ്ടൻ നീ അറിയാതെ നിന്റെ സമയത്തെയും നിന്റെ ആരോഗ്യത്തെയും നിന്റെ നന്മയെ അടിച്ചോണ്ട് പോകുക. ഹല്ലേലൂയ. ആമേൻ. അതെ, TV വാങ്ങരുതെന്നോ TV കാണരുതെന്നോ, ആമേൻ, നല്ല വീട് വെക്കരുതെന്നോ, ആമേൻ, ഇതൊന്നും വാങ്ങിക്കരുതെന്നോ അല്ല പറയുന്നത്. ഇതൊക്കെ വേണം. പക്ഷേ ഇത് മിസ്യൂസ് ചെയ്ത്, ആമേൻ, നിന്റെ നന്മയും നിന്റെ ആരോഗ്യത്തെയും നിന്റെ കുടുംബ സമാധാനത്തെയും സ്വസ്ഥതയും അടിച്ചോണ്ട് പോകാം. ആമേൻ. ദുഷ്ടനെ തേടി നീ പോകണ്ട. നീ കാശ് കൊടുത്ത് വാങ്ങിച്ച, ആമേൻ, അതെ, ആ മാധ്യമത്തിലൂടെ ദുഷ്ടൻ നിന്റെ വീട്ടിനകത്ത് വരും, ഭാവി നിന്റെ വീട്ടിനകത്ത് വരും, പരിഹാസി നിന്റെ വീട്ടിനകത്ത് വരും. ഹല്ലേലൂയ. നീ അറിയാതെ, ആമേൻ, നിന്റെ ആത്മീയത ചോർന്നു പോകും, നിന്റെ അഭിഷേകം ചോർന്നു പോകും. ആമേൻ. നീ അറിയാതെ നിന്റെ ഭാര്യ, നിന്റെ തലമുറ, ആമേൻ, നിനക്ക് അസമാധാനം ഉളവാകത്തക്ക വിധത്തിൽ പിശാച് പ്രവർത്തിപ്പാൻ തക്കവണ്ണമിടയായി. അതുകൊണ്ട് ഭക്തനായ പുരുഷൻ അനുഗ്രഹിക്കപ്പെടുന്ന വഴികള്, അനുഗ്രഹിക്കപ്പെടുന്ന വിധങ്ങള് ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവഹിതമില്ലാത്തതിനെയല്ല, ആമേൻ, എടുത്തു മാറ്റിയിട്ട്, ആമേൻ, അതിനോട് ചർച്ച പറഞ്ഞിട്ട് ദൈവനാമ മഹത്വത്തിന് ഉതകുന്നത് മാത്രം ഫോളോ ചെയ്യുവാൻ ആര് തയ്യാറാകും അവനാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വഴികളിൽ നടക്കാൻ നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ പാത പിന്തുടരേണ്ടതുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അപ്പോഴാണ് നമ്മൾ, ഹല്ലേലൂയ, നമ്മളുടെ കൈകളുടെ ഫലം ഭക്ഷിക്കുവാനും, ഹല്ലേലൂയ, സന്തുഷ്ടരായ, ആമേൻ, ഫലവത്തായ, അതെ, അനുഗ്രഹിക്കപ്പെട്ട കുടുംബ ജീവിതത്തിന് ഉടമകളായി, ജീവിത പങ്കാളികളുമായി, ഹല്ലേലൂയ, സന്തോഷമുള്ള കുട്ടികളുമായി, ഹല്ലേലൂയ, ആമേൻ, നമ്മുടെ വംശങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് കാണുവാൻ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്നത് കാണുവാൻ, സാക്ഷ്യം വഹിക്കുവാൻ, ദീർഘായുസ്സോടെ ഇരിക്കുവാൻ, സമാധാനപരമായ ജീവിതം ആസ്വദിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. സന്തോഷമുള്ളവർ കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട് ഇങ്ങനെ ജീവിക്കുന്നവരാണ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നത്. ഒന്ന്, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാനാകും. ഹല്ലേലൂയ. ആമേൻ. 128 സങ്കീർത്തനം. ഹല്ലേലൂയ. ആമേൻ. ഒരു വീടിന്റെ മനോഹരമായ ഒരു ചിത്രമാണ് നമുക്ക് വരച്ചു കാണിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഭർത്താവ് ദൈവ ഭയമുള്ള, ആമേൻ, ഒരു മനുഷ്യനായി. ഹല്ലേലൂയ. അവന്റെ വേലയിൽ അവൻ പരാജയപ്പെടുന്നവനായിട്ടല്ല, അവൻ വിജയിക്കുന്നവനായി. ഹല്ലേലൂയ. ഭാര്യ വീട്ടിൽ താമസിച്ച് വീടിന്റെ കാര്യങ്ങളും കുട്ടികളെ വളർത്തുന്നതും, ആമേൻ, അവളുടെ ജീവിതത്തിലെ ശ്രേഷ്ഠകരമായ പദവിയായി ഏറ്റെടുത്ത്, ഹല്ലേലൂയ, കുട്ടികൾ ആരോഗ്യവന്മാരും അഭിവൃദ്ധിയുള്ളവരുമായി ദൈവിക അനുഗ്രഹം, ആമേൻ, ഭർത്താവിനും ഭാര്യയിലും മക്കളും ഉണ്ടാകത്തക്ക വിധത്തിൽ, ഹല്ലേലൂയ, ആമേൻ, ജീവിക്കുവാൻ, ആമേൻ, കൃപ ലഭിച്ചവരെ ഈ ലോകക്കാരെ പോലെ ഒതുങ്ങിപ്പോകുവാൻ ഇടയാകാതെ യഹോവ ഭക്തൻ അനുഗ്രഹിക്കപ്പെടുന്ന വഴികൾ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ തയ്യാറാകൂ. നിശ്ചയമായും ദേശത്ത്, ആമേൻ, അനുഗ്രഹിക്കപ്പെട്ട് ജീവിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായിരിക്കുന്ന ദൈവം നിന്റെ ജോലിക്ക് വിശാലത നൽകും. നിനക്കും നിന്റെ ഭാര്യയ്ക്കും നിന്റെ മക്കൾക്കും കഴിയുവാനുള്ള നന്മ നിന്റെ അധ്വാനത്തിലൂടെ ലഭിക്കാനിടയാകും. നിനക്ക് ലഭിക്കുന്ന ഒരു നന്മ പോലും ശത്രു അപകരിക്കുവാനോ, നിന്റെ ഭാര്യ നിത്യരോഗിയായി അത് തകർക്കുവാനോ നശിപ്പിക്കുവാനോ, ആമേൻ, നിന്റെ തലമുറകൾ, ആമേൻ, സമൂഹത്തിൽ കൊള്ളരുതായ്മ ചെയ്ത് പിടിക്കപ്പെടുന്നവരാകാതെ
നിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ട്, ഉറക്കം നഷ്ടപ്പെട്ട്, എങ്ങനെയെങ്കിലും ജീവിതം അവസാനിപ്പിക്കാമെന്നുള്ള ചിന്ത നിന്റെ അകത്ത് പിശാച് കൊണ്ടുവന്ന് നിന്നെ ഒതുക്കാൻ നോക്കുന്ന ദുഷ്ടലോകത്ത് കുടുംബത്തിന്റെ നാഥനെന്ന ഉത്തരവാദിത്വം നിന്റെ പേരുണ്ടെങ്കിൽ എവിടെയാണ് പിശക്? ഇന്ന് രാത്രി ഒന്ന് മടങ്ങി വന്ന് യഥാസ്ഥാനപ്പെട്ട് ആമേൻ അതെ ദൈവ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ നീ തയ്യാറായാൽ, ദൈവത്തെ ഭയപ്പെടുവാൻ തയ്യാറായാൽ, ആമേൻ നിന്റെ ഭാര്യ സൗഖ്യമായി, നിനക്ക് ആനന്ദമായി, നിനക്ക് അനുഗ്രഹമായി, നിന്നോടൊപ്പം ഇരിക്കത്തക്ക വിധത്തിൽ തന്റെ ശരീരത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ലോക ബന്ധനങ്ങളെ, ആമേൻ മാനസികമായി അപകരിച്ചു കൊണ്ടിരിക്കുന്ന വേദകളെ ആമേൻ നീക്കി ആരോഗ്യവതിയാക്കി നിന്നോടൊപ്പം നിന്റെ വീട്ടിനകത്ത് ആമേൻ സന്തോഷം നൽകുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. ഉണ്ടാകുന്ന മക്കൾ അനുഗ്രഹിക്കപ്പെട്ട മക്കളായി മാറും. ഹല്ലേലൂയ. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവിൻ. ആരുടെ വിശുദ്ധന്മാരാ? യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവിൻ. അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ഹല്ലേലൂയ. ആമേൻ. നേരോടെ നടക്കുന്ന ഒരു ഭക്തൻ. ഹല്ലേലൂയ. നേരോട് കാണിച്ച് നടക്കുന്നവരുള്ളത് കൊണ്ടല്ലേ നേരോട് നടക്കുന്നവരെ കുറിച്ച് പറയുന്നത്. ഇന്ന് ലോകത്ത് എവിടെ നോക്കിയാലും നേരുകേട് കാണിക്കുന്നവരല്ലേ, അന്യായം കാണിക്കുന്നവരല്ലേ, അനീതി കാണിക്കുന്നവരല്ലേ, ദുഷ്ടത്തരം കാണിക്കുന്നവരല്ലേ. ഹല്ലേലൂയ. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവിൻ. അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയും കുറവില്ല. ഹല്ലേലൂയ. മക്കളെ, വന്നെനിക്ക് ചെവി തരുവിൻ. യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ആമേൻ. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ് ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ആരാ? ഹല്ലേലൂയ. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജ്യം പറയാതെ നിന്റെ അതരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക. സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കൽ തുറന്നിരിക്കുന്നു. ഹല്ലേലൂയ. നോക്കുക, നീതിമാന്മാരുടെ മേലാണ് യഹോവയുടെ കണ്ണ് പതിയുന്നത്. ഹല്ലേലൂയ. അവരുടെ നിലവിളിക്ക് വേണ്ടിയാണ് ആമേൻ സർവശക്തനായ ദൈവത്തിന്റെ കാത് തുറന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഇസ്രായേലിലായിരുന്നപ്പോൾ അവരുടെ നിലവിളി സ്വർഗം കേട്ടു. അവരുടെ കഷ്ടത ദൈവം കണ്ടു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനമായി മാറിയവരെ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് ദൈവത്തിന് സഹിച്ചില്ല. ദൈവം തന്നെ ആമേൻ അതേ ഭക്തനായ മോശയിലൂടെ ഇറങ്ങി വന്ന് അവരെ വിടുവിക്കുവാൻ തക്കവണ്ണമിടയായി. ഹല്ലേലൂയ. ഇന്നേക്ക് 2020 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി മനുഷ്യനായി ജനിച്ചു ആമേൻ കണ്ണുനീരിലും ദുഃഖത്തിലുമായിരിക്കുന്നവർക്ക് ആശ്വാസമായി അനുഗ്രഹമായി ജീവിക്കുവാൻ തക്കവണ്ണം ഇറങ്ങി വന്ന ദൈവപുത്രനായ ക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവെങ്കിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിനുടമയാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവം നൽകിയിരിക്കുന്ന ആമേൻ വചനം അനുസരിച്ച് ജീവിക്കുന്ന ദൈവമക്കൾ കൂടി വരുന്ന ദൈവസഭയുടെ അംഗമായിരിക്കുന്നവരെ അന്നും ഇന്നും ഒതുക്കാൻ നോക്കുന്ന പൈശാചിക പ്രവൃത്തിക്കകത്ത് നിന്ന് വിടുവിപ്പാൻ ശക്തരായവൻ ഇന്ന് രാത്രിയിലും അവന്റെ മുഴു സാന്നിധ്യവുമായി ഇറങ്ങി വന്നിട്ടുണ്ട്. 38 വർഷമായി കിടന്ന പക്ഷപാതക്കാരനായ രോഗിയോട് യേശു കർത്താവ് ചോദിച്ചത് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോന്നാ. ഇന്ന് രാത്രിയും ആ കർത്താവ് നിന്നോട് ചോദിക്കുന്നു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിനുടമയായി മാറുവാൻ വിളി കേട്ടിറങ്ങി തിരിച്ച് പാതി വഴിയിൽ ആശപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ ഇന്ന് രാത്രി സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് നിന്നെ നിറയ്ക്കുവാൻ ദൈവം ശക്തനാണ്. അവന്റെ വചനം അയച്ച് നിന്നെ സൗഖ്യമാക്കുവാൻ അവൻ ശക്തനാണ്. അവന്റെ അടിപൊളികളാൽ സൗഖ്യം വന്നിരിക്കുന്നു. ആ സൗഖ്യം ഏറ്റെടുക്കുവാൻ കഴിയാതെ നിന്റെ സൗഖ്യത്തെ തടയുന്ന ദുഷ്ടന്റെ പോരുകളെ ശാസിച്ച് ആ സൗഖ്യം ഏറ്റെടുക്കുവാൻ നിന്നെ പ്രാപ്തിയുള്ളവനാക്കി മാറ്റുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. അവൻ തന്റെ ജനത്തിന് വീണ്ടെടുപ്പ് അയച്ചു. തന്റെ നിയമത്തെ എന്നേക്കുമായി കൽപ്പിച്ചിരിക്കുന്നു. അവന്റെ നാമം വിശുദ്ധവും ഭയങ്കരവുമാകും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുവാൻ പോകുകയാ. യഹോവ ഭക്തി
ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അവയെ ആദരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. അവന്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഭക്തന്മാരില്ലാതെ വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ യഹോവ ഭക്തിയുള്ളവരായി ജീവിക്കുവാൻ, ഹല്ലേലൂയ, ആമേൻ, അവയെ ആദരിക്കുന്ന ഏവർക്കും നല്ല ബുദ്ധിയുണ്ട്. അവന്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. ഹല്ലേലൂയ. കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം, ദോഷമകന്ന് നടക്കുന്നത് തന്നെ വിവേകം എന്ന് അവൻ മനുഷ്യനോട് അരുളി ചെയ്തു. ഹല്ലേലൂയ. ആമേൻ. ആരോട് അരുളി ചെയ്തത്? കാട്ടിലൂടെ നടക്കുന്ന, നാട്ടിലൂടെ നടക്കുന്ന നാൽക്കാലി മൃഗങ്ങളോടല്ല, രണ്ട് കാലിൽ നിവർന്നു നിൽക്കത്തക്ക വിധത്തിൽ സൗന്ദര്യമുള്ളവനായി, ആരോഗ്യമുള്ളവനായി, വിവരമുള്ളവനായി, ബുദ്ധിയുള്ളവനായി, ഹല്ലേലൂയ, ദൈവമാക്കി വെച്ചിരിക്കുന്ന അതേ മനുഷ്യൻ യഹോവ ഭക്തിയുള്ളവനായി, ഹല്ലേലൂയ, ആമേൻ, ദോഷമകന്ന് നടക്കുന്നത് തന്നെ വിവേകമെന്ന് അവൻ മനുഷ്യനോട് അരുളി ചെയ്തു. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ്. ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. ആമേൻ. ഇന്ന് രാത്രിയിലും ആമേൻ അതേ ഭോഷനാണെങ്കിൽ ഹല്ലേലൂയ ഇതിനെ നിരസിക്കും. ഹല്ലേലൂയ. പ്രബോധനം അവരെ നിരസിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിരസിക്കുന്നവരുടെ കൂട്ടത്തിലല്ല, അനുസരിക്കുന്നവരുടെ കൂട്ടത്തിലാകുന്നവരെ സ്വർഗ്ഗം അനുഗ്രഹിപ്പാൻ നമ്മുടെ ആയിത്തീരും. കർത്താവിനോടുള്ള ഭയം നമ്മെ അവന്റെ വഴികളിൽ നടക്കാൻ പ്രേരിപ്പിക്കുന്നു. ഹല്ലേലൂയ. നാം കർത്താവിനെ ഭയപ്പെടുന്നുവെന്ന് ചിന്തിക്കുകയോ പറയുകയോ, അല്ലെങ്കിൽ അവൻ പറയുന്നത്, ആമേൻ, അവന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് ആമേൻ നാം ചെയ്യുന്നില്ലെങ്കിൽ അവന്റെ അനുഗ്രഹത്തിനായി ആമേൻ പ്രത്യാശിക്കുകയോ കാത്തിരിക്കുന്നതോ ആമേൻ ഒരു ആമേൻ പ്രയോജനവും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരത്തില്ല. ഹല്ലേലൂയ. അത് അവർക്ക് അത് പ്രയോജനമായി തീരത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴി നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാനാകുകയും അവൻ ആറ്റിനകത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെയും ഇരിക്കത്തക്ക വിധത്തിൽ, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കത്തക്ക വിധത്തിൽ ഒരു ഭക്തനെ ദൈവം അനുഗ്രഹിപ്പാൻ തക്കവണ്ണമിടയായി തീരും. ഹല്ലേലൂയ. 119 സങ്കീർത്തനം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. അവർ നീതികേട് പ്രവർത്തിക്കാതെ അവന്റെ വഴികളിൽ തന്നെ നടക്കുന്നു. ഹല്ലേലൂയ. ആരാണ് നീതികേട് പ്രവർത്തിക്കുന്നവര്? ആരാണ് നീതികേട് പ്രവർത്തിക്കാതിരിക്കുന്നത്? ഹല്ലേലൂയ. ആമേൻ. അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച്, ആമേൻ, ന്യായപ്രമാണത്തെ അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായിരിക്കുന്നവർ. ഹല്ലേലൂയ. നീതികേട് പ്രവർത്തിക്കാതെ അവന്റെ വഴികളിൽ എന്ത് ചെയ്യും? നടക്കുവാൻ തയ്യാറാണ്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പി, എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രമം ലഭിക്കും. അവരോ ഞങ്ങൾ അതിൽ നടക്കയില്ല എന്ന് പറയുന്നു. ഇന്ന് രാത്രി ആമേൻ ഒരു നിമിഷം നാളിതുവരെ ആമേൻ ദൈവിക അനുഗ്രഹം പ്രാപിച്ചു യഹോവ ഭക്തനായ പുരുഷൻ ഈ വണ്ണം അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള സന്ദേശം കേട്ട് ആമേൻ ചുവട് വെച്ചപ്പോൾ ആമേൻ ദുഷ്ടൻ വന്നു, പാപി വന്നു, പരിഹാസി വന്നു. അവനുമായി സമയം ചെലവഴിച്ചത് കൊണ്ട് അനുഗ്രഹിക്കപ്പെടേണ്ട സമയങ്ങൾ നഷ്ടമായി പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ കാണിക്കുന്ന ദൈവം. ഹല്ലേലൂയ. തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരാതിരിക്കുമ്പോ ഇന്ന് രാത്രി ആമേൻ ഒരു മാനുഷിക ആമേൻ കരം നിന്റെ മേൽ വെക്കാൻ നിന്റെ അരികിൽ ആരുമില്ല. ഹല്ലേലൂയ. നിന്റെ ശബ്ദം കേൾക്കുവാൻ നിന്റെ അരികിൽ ആരുമില്ല. ഹല്ലേലൂയ. ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ശ്രോതാവേ, നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിനുടമയായി നിന്റെ ഭാര്യ, നിന്റെ മക്കൾ ഹല്ലേലൂയ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ആമേൻ ഒരു വ്യക്തിത്വത്തിനുടമയായി തീരുവാൻ
ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ വീഴ്ത്തിക്കളഞ്ഞ ദുഷ്ടപിശാച് ഇന്ന് അനേകരെ വ്യക്തിപരമായി, കുടുംബപരമായി, തലമുറകളായി, ഭാര്യ ഭർത്താക്കന്മാരായി വീടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുഷ്ടലോകത്ത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനായി ഭാഗ്യകരമായ ജീവിതം നയിപ്പാൻ കൃപ ലഭിച്ചവരാരും ആമേൻ പിശാചിന്റെ പണിയിൽ, പിശാചിന്റെ കെണിയിലാകപ്പെട്ട് കണ്ണുനീരും ദുഃഖവുമായി കഴിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടക്കും, എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രമം ലഭിക്കും. അവരോ ഞങ്ങൾ അതിൽ നടക്കില്ല എന്ന് പറഞ്ഞു. എന്റെ വാക്ക് കേട്ടനുസരിപ്പിൻ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ദൈവമായും നിങ്ങൾ എനിക്ക് ജനമായും ഇരിക്കും. നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള വഴികളിലൊക്കെയും നടപ്പി എന്നീ കാര്യമത്രേ ഞാൻ അവരോട് കൽപ്പിച്ചത്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിന്റെ കൈയുടെ അധ്വാന ഫലം നീ തിന്നത്തക്ക വിധത്തിൽ, നീ ഭാഗ്യവാനായി അത് നിനക്ക് നന്മ വരത്തക്ക വിധത്തിൽ, ഹല്ലേലൂയ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിനുടമയാകുവാൻ ആഗ്രഹിക്കുന്നവർ ഒരു സമർപ്പണ പ്രാർത്ഥനയ്ക്കായി ഏൽപ്പിച്ചു കൊടുക്കുക. ആകയാൽ നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം, ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയം എന്ന് മനുഷ്യർ പറയും. നീതിമാനെ കുറിച്ച് അവന് നന്മ വരുമെന്ന് പറയും, തങ്ങളുടെ പ്രവൃത്തിയുടെ ഫലം അവർ അനുഭവിക്കും. ഹല്ലേലൂയ. പഴയ നിയമ പുസ്തകം വായിക്കുമ്പോൾ അവിടെ നമുക്ക് സമൃദ്ധി ചിലപ്പോൾ ദൈവാനുഗ്രഹത്തിന്റെ അടയാളമായി വെളിപ്പെടുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അതേ 1-ാം സങ്കീർത്തനം അതിന്റെ 3-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞത് ഇങ്ങനല്ലേ, അവൻ ആറ്റിനകത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഹല്ലേലൂയ. യഹോവ എന്റെ യജമാനനെ ഏറ്റവും അനുഗ്രഹിച്ചു, അവൻ മഹാനായി തീർന്നു. അവന് ആട്, മാട്, പൊന്ന്, വെള്ളി, ദാസന്മാർ, ഒട്ടകങ്ങൾ, കഴുതകൾ എന്നിവയൊക്കെയും കൊടുത്തിരിക്കുന്നു. പഴയ നിയമ ഭക്തന്മാരെ ദൈവം അനുഗ്രഹിച്ച വിധങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. സങ്കീർത്തനം 128 ആമേൻ 3-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയുടെ ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ജീവിത പങ്കാളി രോഗിയായ നിമിത്തം കണ്ണുനീരും ദുഃഖവും പേറി കഴിയുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണെങ്കിൽ ഇന്ന് രാത്രി ആമേൻ നിന്റെ വേദന അറിയുന്ന, നിന്റെ സാഹചര്യങ്ങൾ അറിയുന്ന സ്വർഗത്തിലെ ദൈവം നിന്റെ ഭാര്യയെ സൗഖ്യമാക്കുവാൻ ശക്തനായവനാണ്. ഹല്ലേലൂയ. നിന്റെ കുഞ്ഞിനെ നേരെയായ പാതയിലേക്ക് നയിപ്പാൻ ശക്തനായവനാണ്. ആമേൻ. എങ്ങനെയാണ് ഇതൊക്കെ സ്വന്തമാക്കുവാൻ കഴിയുന്നത്? ആമേൻ. കുറുക്കു വഴിയിലൂടെ പോകാതെ യഹോവ ഭക്തനായി ജീവിക്കുവാൻ അത് കൃപ ലഭിച്ചിരിക്കുന്നവർ അവനെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കണം. ഹല്ലേലൂയ. ആമേൻ. അവന്റെ ഭാര്യയാണ് വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും അതേ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കുകയും മക്കളോടും വീട്ടുജോലികളോടും സ്നേഹപൂർവം ജോലി ചെയ്യുകയും ചെയ്യുന്ന വീട് എവിടെയുണ്ടോ ആ വീടാണ് സന്തുഷ്ട കുടുംബമായി തീരുന്നത്. അപ്പൊ ഭാര്യയുടെ ഡ്യൂട്ടി എന്താ? ഭർത്താവ് ജോലിക്ക് പോകുന്നതിന്റെ പുറകെ ബാഗ് എടുത്ത് അടുത്ത സ്ഥലത്ത് ജോലിക്ക് പോവുക. ലോകത്തിൽ എങ്ങനെയാ? എന്നാൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ദൈവവുമായിട്ട് കണക്ഷനുള്ള ഒരു ഭവനത്തിന്റെ നാഥൻ ജോലിക്ക് പോകുമ്പോൾ തങ്ങൾക്കുണ്ടായ മക്കൾ പഠിക്കുവാൻ പോകുമ്പോൾ തന്റെ ഭാര്യ വീട്ടുകാര്യം നോക്കി, തന്റെ ഭർത്താവ് പ്രിയപ്പെട്ടവൻ വരുമ്പോഴേക്ക്, തന്റെ കുഞ്ഞുങ്ങൾ വരുമ്പോഴേക്ക് അവർ പോയെടുത്ത് ദുഷ്ടൻ അവരെ അവഗണിക്കാതിരിക്കുവാൻ മുഴങ്ങാൻ മടക്കി പ്രാർത്ഥിക്കേണ്ട ഭാര്യ, ഉത്തരവാദിത്വമുള്ള ഭാര്യ ഭർത്താക്കന്മാർ ഇറങ്ങുന്നതിന് മുമ്പേ ഡ്യൂട്ടിക്ക് ഓടുകയാണ്. പ്രാർത്ഥിക്കാൻ സമയമില്ല. പലരും എന്നെ വിളിച്ച് പറയാറുണ്ട്, പാസ്റ്ററെ ഹോസ്പിറ്റലിലെ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ടയേർഡാണ്, വീട്ടിൽ വരുമ്പോ അങ്ങേരുടെ ഉപദ്രവം സഹിക്കാൻ വയ്യ, മക്കൾ പറഞ്ഞേ കേൾക്കത്തില്ല. യഹോവ ഭക്തരായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. തന്റെ ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരി പോലെ
മുന്തിരിവള്ളി പോലെ, മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെ. ഇന്ന് മിക്ക വീട്ടിലും ഭാര്യ വീട്ടിനകത്ത് രോഗി, മക്കളെ ചൊരുങ്ങണം പോലെ. ലോകം ഭക്ഷണത്തിലേക്ക് ഓടി വഴുതി വീണുകൊണ്ടിരിക്കുമ്പോ അനേക ഭക്തന്മാരുടെ കുടുംബങ്ങൾ തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുവാൻ കാരണം എന്തെന്നറിയാമോ? ദൈവഭയമില്ല. ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കുന്നതിന് പകരം ഇന്ന് അപമാനിക്കുകയാ പൈസയുടെ പേരിൽ. വചനം ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാവേ, ഇതെനിക്കും നിങ്ങൾക്കും ഒരുപോലെ ബാധകം. ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കണം. മക്കളോടും വീട്ടുജോലികളോടും സ്നേഹപൂർവം ജോലി ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് വീട്ടിലെ ജോലി ചെയ്യാൻ വേലക്കാരെ വെക്കുക. ഭർത്താക്കന്മാർക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കി കൊടുക്കുക, വേലക്കാരെ വെക്കുക. കാരണം എന്താ? സമ്പാദിക്കണം, വെട്ടിപ്പിടിക്കണം. ആകയാൽ ഇളയവർ വിവാഹം ചെയ്യുകയും പുത്രസമ്പത്തുണ്ടാക്കുകയും ഭവനം രക്ഷിക്കുകയും വിരോധിക്ക് അപവാദത്തിന് അവസരമൊന്നും കൊടുക്കാതിരിക്കുകയും വേണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഹല്ലേലൂയ. ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ ഭർത്തൃപ്രിയന്മാരും പുത്രപ്രിയന്മാരുമായിരിക്കണം. ഹല്ലേലൂയ. സുബോധവും പവിത്രമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരുമായിരിക്കും. ശീലിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണം എന്നും പ്രബോധിപ്പിക്കുക. അപ്പോ ഒരു ഭാര്യ എങ്ങനെ ആയിരിക്കണം എന്ന് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് സത്യവേദ പുസ്തകം മാത്രമേ ഉള്ളൂ. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. അപ്പൊ ദൈവത്തിൽ പ്രത്യാശ വെച്ച് ജീവിച്ച കുടുംബത്തിലെ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് എന്ത് ചെയ്തു? കീഴടങ്ങിയിരുന്നു. ഇന്ന് പല ഭർത്താക്കന്മാർക്കും ഭാര്യമാര് കീഴടങ്ങാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? കയ്യിൽ കാശുള്ളത് കൊണ്ടാ, കയ്യിൽ പണമുള്ളത് കൊണ്ടാ. എങ്ങനെയാ പണം? പഠിച്ചു, സമ്പാദിച്ചു, തന്നില്ലെങ്കിലും എടുത്തോണ്ട് പോകത്തക്ക വിധത്തിൽ. ലോകത്തിന്റെ ഗതി അങ്ങനെയാണ്. ലോകക്കാരെ പോലെ ആകരുത് കേട്ടോ. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാ. ദൈവമക്കൾ വിശുദ്ധിയും വേർപാടും അനുഷ്ഠിക്കേണ്ടവരാ. ഇത് ആരാധനയോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും സത്യവേദ പുസ്തകം അനുസരിച്ച് ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാ ദൈവമക്കൾ. ഹല്ലേലൂയ. അങ്ങനെ സാറ അബ്രഹാമിന് യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചു വരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നു തങ്ങൾ അവരുടെ മക്കൾ ആയിത്തീർന്നു. ഹല്ലേലൂയ. നോക്കിക്കേ, ആമേൻ. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിപ്പി. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാനിടയാകും. അപ്പൊ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ ഇടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഇല്ലാതെയില്ല. കാരണം ഭർത്താക്കന്മാർ അധ്വാനശീലന്മാരായിരിക്കണം. അവർ ജോലി സ്ഥലത്ത് പോകുമ്പോൾ അവരെ വശീകരിച്ച് അവരുടെ സ്നേഹം കവർന്നെടുക്കുവാൻ, അവരുടെ നന്മയെ അപഹരിക്കുവാൻ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, ആരെ വിഴുങ്ങേണ്ടെന്ന് അലറിക്കൊണ്ടിരിക്കുന്ന ദുഷ്ട പൈശാചികനോട് പൊരുതുവാൻ അവർക്ക് സമയം അതേ കുറവ്. കാരണം അവർക്ക് ജീവിത പങ്കാളിയെ പൊറ്റിപ്പുലർത്തണം. അവർക്കുണ്ടായ തലമുറകളെ എന്ത് ചെയ്യണം? കരുതണം. അപ്പോൾ അവര് ജോലി മേഖലയിലായിരിക്കുമ്പോൾ അവരെ തകർക്കുവാൻ സാധ്യതയുള്ള ദുഷ്ടപിശാചിനെ അതെ തുരത്തുവാൻ ഇടയാകേണ്ടതിന് ഭാര്യമാർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. ദൈവവചനം ധ്യാനിക്കുവാൻ തയ്യാറാകണം. ഉപവസിക്കുവാൻ തയ്യാറാകണം.
ഹല്ലേലൂയ. അങ്ങനെയുള്ള ഭാര്യമാരുള്ള ഭവനമേ സമാധാനപൂരിതമായി കുടുംബജീവിതം നയിക്കുവാൻ കൊണ്ടമിടയാകും. അവരുടെ തലമുറകളാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരയുക. ഹല്ലേലൂയ. ആമേൻ. ഭർത്താക്കന്മാർ ജോലിക്ക് പോകുമ്പോൾ, തലമുറകൾ ആമേൻ സ്കൂളിൽ പോകുമ്പോൾ, ഭാര്യമാർ വീട്ടിൽ ചെയ്യേണ്ട ജോലി കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്ത് ആമേൻ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഭാര്യമാർ എവിടെയുണ്ട്, അമ്മമാർ എവിടെയുണ്ട്, അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാനിടയാകും. ആമേൻ. ഭാര്യമാർ, നിങ്ങളുടെ അലങ്കാരം തലമുടി മിന്നുന്നതോ പൊന്നണിയുന്നതോ വസ്ത്രം ധരിക്കുന്നതോ ഇങ്ങനെ പുറമേ ഉള്ളതല്ല. സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സെന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢ മനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വലിയേറിയതാകുന്നു. ഹല്ലേലൂയ. കുറെ കാശ് സമ്പാദിച്ച് ആമേൻ മക്കള് ചോദിക്കുന്നത് അധികം മേടിച്ചു കൊടുത്ത് ആമേൻ ഭർത്താവിന് ജോലിയില്ലെങ്കിൽ വീട്ടിലിരുന്നോ ഞാൻ നോക്കി, ഇതല്ല ആമേൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കുടുംബ ജീവിതത്തിന്റെ വ്യവസ്ഥ. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. തടിമടക്കന്മാരായ ഭർത്താക്കന്മാരെ വീട്ടിലിരിക്കും, ഭാര്യമാര് വീട്ടിലും ആമേൻ സ്ഥാപനത്തിലും പോയി ആമേൻ രാപകലില്ലാതെ ഉറക്കളച്ച് അധ്വാനിച്ച് പോറ്റു നല്ല എഴുതിയിരിക്കുന്നത്. ദൈവത്തിന്റെ വ്യവസ്ഥയെ ലംഘിച്ചുകൊണ്ട് ജീവിക്കുന്ന ആരും എക്കാലത്തും എവിടെയും അതേ ദൈവം വെച്ചിരിക്കുന്ന ആയുസോടെ ജീവിച്ചു തീർക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ജീവിതത്തിന്റെ പാതി വഴിയിൽ സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ ജീവിക്കേണ്ട വ്യവസ്ഥ, അവൻ പാലിക്കേണ്ട നിയമങ്ങൾ ദൈവം അവന് കൊടുത്തു. അത് അംഗീകരിക്കാത്തവരെവിടുണ്ടോ, അതനുസരിക്കാത്തവരെവിടുണ്ടോ, അവരെല്ലാം തകർന്നിട്ടുണ്ട്. എന്നാൽ അവര് നേരോടെ ജീവിക്കുവാൻ അവരുടെ ഇടയിൽ വന്ന് ജീവിച്ചു കാണിച്ച നസ്രയത്തുകാരനായ യേശു ക്രിസ്തു, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. ഹല്ലേലൂയ. അവന്റെ ശുശ്രൂഷയെ പുച്ഛിച്ചവർ, അവന്റെ ജനത്തെ പുച്ഛിച്ചവർ, അവന്റെ വളർച്ചയെ പുച്ഛിച്ചവർ, ഹല്ലേലൂയ, അമ്പേ പരാജയപ്പെട്ടു. ഹല്ലേലൂയ. റോമൻ ഇമ്പീരിയൽ മുദ്ര കുത്തി ഇനി ഇവൻ പുറത്തു വരരുതെന്ന് ലോകം വിധിച്ചപ്പോൾ ആ വിധിയെ തിരുത്തി ഉയർപ്പിന്റെ പൊൻപുലരിയും അവരെ ലജ്ജിപ്പിച്ചുകൊണ്ട്, അവരെ അമ്പെ പരാജയപ്പെടുത്തിക്കൊണ്ട് മരണത്തെ പാതാളത്തെ അതിജീവിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു ഇന്നും സഭയുടെ നായകനായി, സഭയുടെ നാഥനായി, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി പിതാവിന്റെ വലതുഭാഗത്ത് ഇന്നും ജീവിക്കുകയാണ്. ഹല്ലേലൂയ. അവനിൽ പ്രിയം വെച്ചിരിക്കുന്ന ആമേൻ, അവനിൽ പ്രത്യാശയുള്ള സകലരെയും ആമേൻ ദൈവസഭയുടെ അംഗമായി ജീവിക്കുന്ന, ദൈവത്തെ ഭയപ്പെട്ട് ദൈവ വഴിയിലൂടെ ജീവിക്കുന്ന ഏവരെയും കൂട്ടിക്കൊണ്ടു പോകുവാൻ, എത്രയും വേഗം മടങ്ങി വരുവാൻ കാലം ആസന്നമായി കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാനോ ദൈവത്തിന്റെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെയാകുന്നു. ഞാൻ ദൈവത്തിന്റെ ദയയിൽ എന്നും എന്നേക്കും ആശ്രയിക്കുന്നു. ഞങ്ങളുടെ പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വളരുന്ന തൈകൾ പോലെയും ഞങ്ങളുടെ പുത്രിമാർ അനമരിയുടെ മാതിരിയായി കൊത്തിയ മൂലത്തൂടുകൾ പോലെയും ഇരിക്കട്ടെ. ഹല്ലേലൂയ. മക്കളെ കുറിച്ച് പറയുന്നത് എങ്ങനെയാ? മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. വീരന്റെ കയ്യിൽ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അവയെ കൊണ്ട് തന്റെ ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാദിക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകയില്ല. ഇന്ന് അനേകര് ലജ്ജിച്ച് തലകുമ്പിട്ട് ആമേൻ നിവരുവാൻ കഴിയാതെ കണ്ണുനീരും ദുഃഖവും പേറി കഴിയുമ്പോൾ മക്കളെ നൽകുന്ന അവകാശവും ഉത്തരഫലം അവൻ തരുന്ന പ്രതിഫലവും. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. ഹല്ലേലൂയ. നല്ല പ്രായത്തിൽ മക്കളുണ്ടായി അവരെ യൗവനത്തിൽ ഉണ്ടാകുന്ന മക്കളെ കുറിച്ച് പറയുന്നു. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. ഹല്ലേലൂയ. അവയെ കൊണ്ട് തന്റെ ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ.
നഗരവാദിക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകുകയും. ഹല്ലേലൂയ. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും. സിയോനിൽ വസിക്കുന്ന യഹോവയ്ക്ക് സ്തോത്രം പാടുവിൻ. അവന്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ ഘോഷിപ്പിക്കും. പ്രിയമുള്ളവരെ, ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗമാക്കാകുക കർത്താവ് താൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുന്നത് വരെയും ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗമാക്കാകുവാൻ വിശ്വസ്തനെന്നെണ്ണി ഈ വേലയ്ക്കാക്കി വെച്ചിരിക്കുന്ന ദൈവത്തെ കുറിച്ച് പ്രഘോഷിക്കുവാൻ, നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുവാൻ ലജ്ജിക്കരുത്. ഹല്ലേലൂയ. ആമേൻ. അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ. സിയോനിൽ നിന്നും നിന്നെ താങ്ങുമാറാകട്ടെ. യെരൂശലേമിൽ അധിവസിക്കുന്ന യഹോവ സിയോനിൽ നിന്നും വാഴ്ത്തപ്പെടുമാറാകട്ടെ. യഹോവയെ സ്തുതിപ്പി. നിന്റെ മക്കളുടെ മക്കളെ നീ കാണും. ഇസ്രായേലിൽ സമാധാനമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ വളഞ്ഞ വഴികളിലേക്ക് തിരിയുന്നവരെ യഹോവ ദുഷ്പ്രവൃത്തിക്കാരോടുകൂടെ പോകുമാറാകട്ടെ. ഇസ്രായേൽ മേൽ സമാധാനം വാഴുമാറാകട്ടെ. രാത്രി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവനാകുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയുള്ളവർ യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കണം. ദുഷ്ടന്മാരുടെ കൂടെ കൂടാതെ, പാപികളുടെ കൂടെ കൂടാതെ, പരിഹാസികളുടെ കൂടെ കൂടാതെ അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കണം. അങ്ങനെയായ നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാനാകും. നിനക്ക് നന്മയുണ്ടാകും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്നും നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന് മേൽ സമാധാനമുണ്ടാകും. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് രാത്രി അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വേദഭാഗത്തിനായി സ്തോത്രം. ഭാഗ്യകരമായ ഒരു ജീവിതം നയിപ്പാൻ അവിടുത്തെ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നവരുടെ നന്മയെ, ആരോഗ്യത്തെ, അവരുടെ സന്തോഷത്തെ കെടുത്തിക്കളയുന്ന സകല പോരുകളെ ഇന്ന് രാത്രി അതിജീവിച്ച് മുന്നോട്ട് പോകുക ഉദകത്തക്ക വിധത്തിൽ ഉയരത്തിൽ അഭിഷേകത്താൽ അവിടുന്ന് നിറയ്ക്കണമേ. അവിടുത്തെ അധികാരത്തോടെ ആ ചെങ്കടലിനെ വിവേചിച്ചതുപോലെ, യോർദാനെ വിഭജിക്കപ്പെട്ടതുപോലെ, ആ നമ്മെ സ്വന്തമാക്കുവാൻ കഴിയാതെ ഉയർന്ന എരികോ കോട്ട അമർന്നു പോയതുപോലെ ദൈവജനത്തിന് മുമ്പിൽ ഉയർന്നിരിക്കുന്ന സകല പ്രശ്നങ്ങളും അമർന്നു പോകട്ടെ. ചെങ്കടൽ വിഭജിക്കപ്പെട്ടതുപോലെ ഇന്ന് രാത്രി അവരുടെ മുമ്പിലുള്ള തടസ്സങ്ങൾ വിഭജിക്കപ്പെടട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ജീവിത പങ്കാളികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹോമമക്കൾ ഇവണ്ണം അനുഗ്രഹിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നത് പോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിനുടമയായി മാറുവാൻ ഇന്ന് രാത്രി ഏവർക്കും ദൈവകൃപ കൊടുത്താൽ കർത്താവേ, ഏതെങ്കിലും മേഖലയിൽ കഴിഞ്ഞകാല ജീവിതത്തിൽ റൂട്ട് തെറ്റിപ്പോയെങ്കിൽ, വഴി മാറിപ്പോയെങ്കിൽ, ട്രാക്ക് മാറിപ്പോയെങ്കിൽ ഇന്ന് രാത്രി ആ ഏക വഴിയാകുന്ന ക്രിസ്തുവിലൂടെ മുമ്പോട്ട് പോകുവാൻ സ്വർഗം കൃപ കൊടുക്കണം. ആരും നിരാശപ്പെട്ട് ഒതുങ്ങി പോകുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ലല്ലോ. സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനമുണ്ട്. എല്ലാവരെയും നിറച്ചാൽ തലമുറകൾ വിടുവിക്കപ്പെടട്ടെ. ജീവിത പങ്കാളികൾ വിടുവിക്കപ്പെടട്ടെ. കിടക്കയിൽ രോഗികളായി കഴിയുന്നവർ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സൗഖ്യമാകട്ടെ. ഭർത്താക്കന്മാർ വിടുവിക്കപ്പെടട്ടെ. തലമുറകൾ വിടുവിക്കപ്പെടട്ടെ. ഭാര്യമാർ വിടുവിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ വർഷങ്ങളായി സാമ്പത്തിക കെണിക്കകത്ത്, വർഷങ്ങളായി രോഗ കിടക്കയിൽ, ഉറക്കം നഷ്ടപ്പെട്ട്, സ്വസ്ഥത നഷ്ടപ്പെട്ടായിരിക്കുന്ന അനുഭവങ്ങൾക്ക് ആയിരിക്കുന്നവർ ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. കർത്താവ് ഇന്ന് രാത്രി ഉയർപ്പിന്റെ ശക്തി അവരുടെ മേൽ പകർന്ന് നാളെ പകൽ അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ സ്തുതിപ്പാൻ നന്ദിയുള്ളവരായിക്കൊണ്ട് കർത്താവ് എല്ലാവരെയും സഹായിച്ചു. അങ്ങ് നൽകിയ ആത്മീയ അധികാരം പിതാവിന്റെ പുത്ര പരിശുദ്ധാത്മാവിൻ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത്ഭുതങ്ങൾ ചെയ്യണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ.
ആമേൻ ആമേൻ. ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ, ദൈവത്തോട് അടുക്കുവാൻ ഇടയായി തീർന്നെങ്കിൽ, ആമേൻ, നിങ്ങളുടെ കൂടപ്പിറപ്പിന്, നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്യുവാൻ മറക്കരുത്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ ഈ മെസ്സേജ് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുകയാണെങ്കിൽ, ആമേൻ, ചിലരെങ്കിലും ഇത് കാണുവാനും അനുഗ്രഹിക്കപ്പെടുവാനും ഇടയായി. ഈ ആത്മീയ ശുശ്രൂഷയിൽ നമുക്ക് ഒരുമിച്ച് കൈ ഓർക്കാം. നിത്യതയിൽ വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കാൻ തക്കവണ്ണം ഇടയാകുമല്ലോ. ഹല്ലേലൂയ. യൂട്യൂബിൽ നിങ്ങൾക്ക് ഈ മെസ്സേജ് അവൈലബിൾ ആണ്. ഷിജു ജോസ് എന്ന് സെർച്ച് ചെയ്താൽ സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ അമർത്താത്തവർ ബെൽബട്ടൺ അമർത്തുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുവാൻ താല്പര്യവും സന്തോഷവും ഉണ്ടെങ്കിൽ 9744703489 എന്ന നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. വാട്സപ്പ് നമ്പറാണ്. കോളും ചെയ്യാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഭക്തനായ പുരുഷന് അനുഗ്രഹിക്കപ്പെട്ടതുപോലെ നമുക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിന് ഉടമയായി ജീവിക്കാം. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്. ഗോഡ് ബ്ലസ് യു. നാളെ 11 മണിക്ക് നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ദൈവ അവസരം ഒരുക്കുന്നു. ലൈവിൽ കടന്നു വരിക. ദൈവമായ കർത്താവ് സഹായിക്കണം. നാളെ വൈകിട്ട് 9 മണിക്ക് ലൈവിൽ ദൈവവചനമായി കടന്നു വരും. ശുശ്രൂഷയിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സമയം വരെ ലൈവിൽ ശ്രദ്ധിച്ച എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിനുള്ള നന്ദിയും വന്ദനവും ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കും.